നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മലയാളം എബനേസർ മലയാളം ഫെലോഷിപ്പിൽ ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെയൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി അടിയന് വരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം. അടിയനും ഭാഗ്യം ചെയ്ത കൃപയ്ക്കായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഇതിൽ കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും, ഹല്ലേലൂയ ദൈവദാസന്മാരും ദൈവദാസിമാരും, ഹല്ലേലൂയ എല്ലാ ദൈവമക്കളെയും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കയ്യിൽ ഒന്നുമില്ല കേട്ടോ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കുക. ഞാൻ ഒന്നും കരുതി വെച്ചിട്ടില്ല, ഞാൻ ഒന്നും നോക്കി വെച്ചിട്ടില്ല. എന്റെ ദൈവം എന്നോട് പറയുന്നതിനനുസരിച്ച് ഹല്ലേലൂയ ദൈവദാസന്മാരോട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ മോശയുടെ നാവോടുകൂടി ഇരുന്നത് പോലെ യോശുവയോട് ഹല്ലേലൂയ യഹോവയായി ദൈവം പറഞ്ഞു, ഞാൻ മോശയോടുകൂടി ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ അതിശക്തമായിട്ട് എന്നോട് ഇടപെടുന്ന ആത്മാവ് നിറഞ്ഞ്, അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയോ ആത്മാവ് നിറഞ്ഞിരുന്ന് ആരാധിക്കുന്നുണ്ട് കേട്ടോ. അല്ലെ, നിങ്ങൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാധിക്കണം. ആത്മാവ് നിറഞ്ഞ് നിങ്ങൾ ആരാധിക്കണം. സ്ഥലവും സമയം നോക്കരുത് കേട്ടോ. നിങ്ങൾ സ്ഥലം നോക്കരുത്, സമയം നോക്കരുത്, അടുത്തിരിക്കുന്നവരെ നോക്കരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവരെന്തു പറയുമെന്ന് നിങ്ങൾ നോക്കരുത്. ദൈവത്തിനെ ആത്മാവ് നിറഞ്ഞ് ആരാധിക്കുന്ന മക്കളായി തീർന്നാൽ നിങ്ങൾ വിടുതലോടായി തീരുമെന്ന് റബൽ ഘടകരികമന ഹസ്തുന അരീപാലകന്ധന. നിങ്ങളൊരു ആത്മാവ് നിറഞ്ഞ് നിങ്ങൾ ആരാധിക്കുന്നവരായി തീർന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്തളത്തിൽ നിന്ന് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ ദൈവദാസി, ഹല്ലേലൂയ സിമി മാത്യു ആരംഭത്തിൽ തന്നെ ഒരു ദൈവിക ആലോചന പറഞ്ഞു. ആരെല്ലാം അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ പുരോഹിതന്മാർ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ മേൽ ചവിട്ടിയപ്പോൾ തന്നെ ചിറ പോലെ നിന്നുവെങ്കിൽ ദൈവമക്കളെ ഇന്ന് കഷ്ടത അനുഭവിക്കുന്നവരുടെ മധ്യത്തിലായിരിക്കുന്നു. അവർക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത് ദൈവദാസി ആരംഭത്തിൽ പറഞ്ഞത് തന്നെ. ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എല്ലാ ദുർഘടങ്ങളും വെട്ടുമാറി ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ ആശ്രയിച്ചാൽ ഹല്ലേലൂയ ചിറ പോലെ നിന്ന് പോകും. ഹല്ലേലൂയ റബൽ ഘടകരികമന ഹസ്തുന. ഏത് പ്രതികൂലം വന്നാലും ആ പ്രതികൂലത്തിൽ നിന്നൊക്കെ വിട്ടുവെക്കുന്ന ഒരു സർവശക്തനായ ദൈവമെന്ന് ദൈവദാസി ഹല്ലേലൂയ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇന്ന് തന്നെ ഒരു വിടുതല. ഇന്ന് നിങ്ങൾ കയറി വന്നതുപോലെയല്ല, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറന്ന് ആരാധിച്ചാൽ അന്യ ആരാധനാലയം വിട്ട് പുറപ്പെട്ടു പോയതുപോലെ ഹല്ലേലൂയ തിരിച്ചു വന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ സാക്ഷ്യം പറഞ്ഞു. പക്ഷെ അത് 1 വർഷമാ. ഹല്ലേലൂയ ഇത് ഇപ്പോൾ തന്നെ ദൈവസന്നിധി സംഭവിക്കാൻ പോകുന്നത്. ജയരവിശ്വസെ പ്രാർത്ഥിച്ചോ. നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവം ഇന്ന് തന്നെ നിനക്കൊരു വെളിപ്പാട് തന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് അനുഗ്രഹിക്കും. സുസെ പ്രാർത്ഥിച്ചോ, വിട്ടുകൊടുക്കരുത്. ഓ റബൽ ഘടകരികമന ഹസ്തുന. ഹല്ലേലൂയ ദൈവനാമ മഹത്വം എടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വത്രം. ദൈവദാസിദാസന്മാരെ, ദൈവമക്കളെ, ഹല്ലേലൂയ ഞാനൊരു സാക്ഷ്യം പറഞ്ഞ പകുതിയാണ് നിർത്തിയത്. ഹല്ലേലൂയ ഞാൻ ഹോസ്പിറ്റലിൽ ഹല്ലേലൂയ 2ാമത് ആക്സിഡന്റ് പറ്റി. ഹല്ലേലൂയ അവിടെ ഞാൻ കടന്നുപോയി. 8ാമത്തെ ദിവസം എന്നെ ഡിസ്ചാർജ് ആക്കുമ്പോൾ അവിടെ 2 ഡോക്ടർമാർ രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എന്ന ഭവനത്തിനകത്തളത്തിൽ കടന്നു വരുമ്പോ എനിക്ക് തലകറക്കത്താലെ ഇരിക്കാൻ പാടില്ല. ഹല്ലേലൂയ ഞാൻ തലകറങ്ങി താഴെ വീഴുന്ന ഒരു സന്ദർഭം. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സ്തോത്രം. പിന്നെയും ഞാനന്ന് ഹോസ്പിറ്റലിൽ പോകുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞാണ് MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. പക്ഷെ MRI സ്കാൻ എടുക്കുമ്പോൾ ഹല്ലേലൂയ എന്തുവാ അതിനകത്ത് കാണിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡോക്ടർമാർ പറഞ്ഞത് ഇത് ക്രിട്ടിക്കൽ സ്റ്റേജാ, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ തിരുവനന്തപുരം ചിത്ര മെഡിക്കലിൽ ഇതും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ചിത്ര മെഡിക്കലിൽ പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. ഹല്ലേലൂയ ഞാൻ അന്ന് വൈകിട്ട് വന്ന് ഇപ്പോൾ ഇരിക്കുന്ന ദേവദാസനല്ല, ആദ്യത്തെ ദേവദാസനോട് പറഞ്ഞു, പക്ഷേ ഇങ്ങനെയാണ് ഡോക്ടർമാർ പറഞ്ഞു, ഞാൻ
എന്തു ചെയ്യും? അതിനെന്തിനാ അമ്മമ്മ ഭാരപ്പെടുന്ന? കർത്താവല്ലയോ നമ്മോട് കൂടെ ഉള്ളത്. അതെനിക്കറിയാം. പക്ഷേ ചിത്രയിൽ വരെ പോകണ്ടേ? അല്ലേലിയ, അത് ഞാൻ പണി ചെയ്തോളാം, കുഴപ്പമില്ല. അവിടെയുള്ള ഒരു ദൈവദാസനെ വിളിച്ച് പറഞ്ഞ് അല്ലേലിയ അതിന്റെ പിറ്റേ ദിവസത്തേക്ക് തന്നെ അല്ലേലിയ എനിക്ക് അല്ലേലിയ ടിക്കറ്റ് വാങ്ങി തരുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഞാൻ അതല്ല പറയാൻ വന്നത്. നമ്മുടെ ഡോക്ടർ എന്ന് പറയും നമ്മുടെ ഗിലെയാദിലെ വൈദ്യൻ നമ്മുടെ യേശു ക്രിസ്തു. ദൈവമക്കളെ, ഇന്ന് ആരെങ്കിലും നിങ്ങൾ രോഗഭാരത്തോടായിരിക്കുന്നതോ അല്ലേലിയ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചോണം. അല്ലേലിയ നമ്മളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് നിങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് നിങ്ങൾ കാണും. സ്വത്ര ഹല്ലേലിയ. ദൈവമക്കളെ, നാളെ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് ഹല്ലേലിയ, അന്ന് അതിന്റെ തലേ ദിവസം വൈകിട്ട് ഞാൻ ഒരു ദൈവദാസനെ വിളിച്ചോ. മദ്രാസിലാണ് ആ ദൈവദാസൻ. അല്ലേലിയ പാസ്റ്റർ റോബർട്ട് രാജദുർറെ. അല്ലേലിയ സ്വത്ര ദേവദാസനെ വിളിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തമിഴിൽ ശുശ്രൂഷിക്കാനൊക്കെ പോകും. ആ ദൈവദാസന്റെ സഭയിലും അവിടെ വേറെ പോകും. അങ്ങനെ ദൈവദാസനെ വിളിക്കുവാനിടയായി തീർന്നു. അല്ലേലിയ ദൈവദാസൻ ചോദിച്ചു, ഹല്ലേലിയ, ഇന്ന് 37 വയസ്സേ ഉള്ളു. അല്ലേലിയ, എന്നെ വിളിക്കുന്ന അമ്മയെന്നാ വിളിക്കുന്ന കേട്ടോ. എന്നെ അമ്മയെ കൂപ്പിട്ട് ഞാൻ പറഞ്ഞു, മോനെ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാനാ. ഞാൻ മോനെ എന്നാ വിളിക്കുന്നത്, ഞാൻ പാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്. സ്വത്രം, മോനെ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കാനാ വിളിച്ച. അതിനെന്താ അമ്മ ഭാരപ്പെടാതെ? അല്ലേലിയ സ്വത്രം, ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് ഭാരമില്ല. ഞാൻ ദൈവദാസൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ ദൈവമക്കളെ എന്റെ കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ സ്വത്രം. അതുവരെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു തലക്കറക്കമോ എന്റെ തലയ്ക്കകത്തിൽ ഒരു വേദനയോ എന്റെ അപ്പൻ ഇതുവരെ തന്നിട്ടില്ല. അന്ന് എന്നെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. പിറ്റേ ദിവസം MRI സ്കാനും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. എങ്കിലും ആ ഡോക്ടർമാര് ചോദിച്ച 3 ഡോക്ടർമാർ നിരന്നിരിപ്പുണ്ട്. അവര് ചോദിച്ചാണ്, ഇതിനകത്തിൽ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാ വന്നേ എന്ന് ചോദിച്ചു. എന്നോട് അങ്ങനെയാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ ഒന്ന് പറയാം, അതിന്റെ തലേ ദിവസം MRI സ്കാൻ കണ്ടിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നാണ്. അതിന്റെ പിറ്റേ ദിവസം കാണുന്ന ഡോക്ടർമാർ ചോദിക്കുന്നത്, എന്തിനാ വന്നത്? ഞങ്ങൾ ഒരു 10 വിറ്റാമിൻ ഗുളിക എഴുതി തരാം, അത് വാങ്ങിച്ച് കഴിച്ചാൽ മതി. എങ്കിലും ഡോക്ടർമാർ നമ്മുടെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. വേറെ ഒരു ഡോക്ടർ ഈ ലോകത്തിൽ ഇല്ല കേട്ടോ. സ്വത്രം ഹല്ലേലൂയ. ദൈവനാമ മഹത്വം എടുക്കട്ടെ. അന്ന് എന്നെ കർത്താവ് രോഗസൗഖ്യം തന്ന് എന്നെ സൗഖ്യമാക്കി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല ദൈവമക്കളെ. സകല അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന നമ്മുടെ കർത്താവിന്റെ ശക്തി ദൈവമക്കളെ ഇന്ന് നിങ്ങൾ പ്രാപിക്കാൻ റെഡിയായിട്ടിരുന്നോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ തന്നെയാ ഈ ഗ്രൂപ്പിനോട്, ഇതിനകത്തിലുള്ള എല്ലാ ദാസന്മാരോട് നിങ്ങൾ ഉറച്ച വിശ്വാസമുള്ളവരായിരുന്നാൽ ഹല്ലേലൂയ ഇതെന്നെ വിട്ടു നീങ്ങിപ്പോകും. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരിക്കലും നീങ്ങിപ്പോകില്ല എന്ന് വചനം പറയുന്നത് പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രോഗമോ പ്രയാസമോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? ആദ്യം ഡോക്ടർമാരെ തേടി അല്ല നിങ്ങൾ പോകേണ്ടത്. നമ്മുടെ വൈദ്യനായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് വിടുതൽ തരും. എന്താണെന്നറിയുമോ? വചനം പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും എടുത്തിട്ട് പറഞ്ഞതല്ല, ഞാൻ എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമാകുന്നു. നിങ്ങൾ അത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. 1 രോഗമോ 2 രോഗമോ മാത്രമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരോടും അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത്. TB ജയൻ പാസ്റ്റർ ഹല്ലേലൂയ ദൈവദാസനെ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഈ വരും ദിവസങ്ങളിൽ ദൈവദാസന്റെ കൈവപ്പിനാൽ ചിലർ സൗഖ്യമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത് ഇപ്രകാരമാണ്. 2 രാജാക്കൾ 3:17 പറയുന്നത് പോലെ കാറ്റും കാണില്ല മഴയും കാണില്ല. ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തി ദൈവദാസനിലൂടെ ഈ വരും ദിവസങ്ങളിൽ അവിടെ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ഏത് ശുശ്രൂഷയാണ് എവിടെയാണ് ശുശ്രൂഷ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ കർത്താവ് തമ്പുരാൻ അറിയാം. ഹല്ലേലൂയ. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ദൈവദാസനെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുള്ളത് കൊണ്ടായിരുന്നു ദൈവസന്നിധിയിൽ ഇരുത്തിയിരിക്കുന്ന, മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അനേകരുടെ വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്കൊക്കെയും പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മറുപടി കാണുന്നില്ല. ആ മറുപടി കാണുന്നില്ല എന്ന് പറഞ്ഞതിന്റെ ഉത്തരമാണ് ഞാൻ ഇന്ന് ദൈവാത്മാവ് ഇന്ന് പറയിപ്പിച്ചത്. കാറ്റും കാണത്തില്ല മഴയും കാണത്തില്ല ഗോളും കാണത്തില്ല, പക്ഷേ നീ പ്രാർത്ഥിച്ചോ, നിന്റെ പ്രാർത്ഥനയ്ക്ക് വിടുതല. സ്വത്രം. ഹല്ലേലൂയ. ദൈവദാസനെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. ഇതിൽ ദൂത് വേണ്ടവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഞാൻ പേര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വേണ്ടതാണ് ഈ ദൂതെന്ന് പറഞ്ഞ് നിങ്ങൾ തലയിൽ കൈവച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ വിടുതല. പ്രാർത്ഥിച്ചോ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാ. ഇതുവരെ
പ്രാർത്ഥിച്ചതിന് മറുപടിയില്ല. ഹല്ലേലൂയ. കർത്താവേ, എന്റെ വാഗ്ദത്തം ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. അനേകം ദൈവദാസിദാസന്മാര് പറഞ്ഞതാണ്, ജിജിമോളെ പ്രാർത്ഥിച്ചോ, അനേകം ദൈവദാസിദാസന്മാര് പ്രാർത്ഥിച്ചതാ, പക്ഷെ ഇതുവരെ എനിക്കൊരു വിടുതലുമില്ലല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ മകളെ, ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊടുക്കാൻ ദൂതർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. ഈ വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷികളെ പോലെ നീ എഴുന്നേറ്റ് നിൽപ്പാൻ ഇടയായി തീരും. പ്രാർത്ഥിച്ചോ. ഓ റബൽ എന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി എന്റെ കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അനേകം രാജ്യങ്ങളിലും ദേശങ്ങളിലും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം മകളെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്തടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നേ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസിദാസന്മാരെ, ഹല്ലേലൂയ സ്തോത്രം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹല്ലേലൂയ പത്രോസിനെ ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കൊണ്ടുവന്ന് കിടത്തി. പക്ഷേ ആ കാരാഗൃഹത്തിൽ കിടന്ന പത്രോസ് ഉറങ്ങുകയായിരുന്നു എന്ന് വചനം. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും ദൈവമക്കളെ ഞാനത് വായിക്കുമ്പോൾ സത്യം പറഞ്ഞ് ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഈ പത്രോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് എത്ര ഉറക്കം വരുന്നു. പക്ഷെ ഉറങ്ങിയ പത്രോസിന് അറിയാമായിരുന്നു വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഹല്ലേലൂയ. വാക്കുമാറാത്ത ദൈവമാ. ഹല്ലേലൂയ. പത്രോസിനോട് ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണെന്ന് പത്രോസ് ആദ്യം മുതൽ അവസാനം വരെ വിശ്വസിച്ചത് കൊണ്ടാ പത്രോസ് ഉറങ്ങിയത്. സമാധാനത്തോടെ കിടന്നുറങ്ങി. നമ്മൾ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഉറങ്ങുവോ? ഇല്ല. ഹല്ലേലൂയ. മക്കളുടെ കല്യാണം വന്നോട്ടെ, രക്ഷിക്കപ്പെടാത്തതായിക്കോട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ, തലമുറകളുടെ മേലായിക്കോട്ടെ, ഹല്ലേലൂയ, ഏത് വിഷയമായിരുന്നാലും സഹോദരിമാരെ നമ്മൾക്ക് ഉറക്കം വരത്തില്ല. പക്ഷെ നമ്മുടെ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, സങ്കീർത്തനം 120 പറയുന്നത് പോലെ നമ്മുടെ കർത്താവ് മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവം. നമ്മൾ ഏത് നിലയില്ല കയത്തിലായിരുന്നാലും അവിടെ നിന്നൊക്കെ നമ്മളെ കൈ നീട്ടിപ്പിടിക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനം 18:16 പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. നമ്മളെ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിക്കുന്ന ഒരു ദൈവം, പെരുവെള്ളത്തിൽ നിന്ന് ഹല്ലേലൂയ കൈ നീട്ടി പിടിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ ഏത് നിലയില്ല കയത്തിലായാലും അവിടെ നിന്നൊക്കെ പിടിച്ചെടുത്തുന്ന സർവശക്തനായ ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ സ്തോത്രം. നമ്മളോട് എല്ലാവരോടും കൂടി ഇരിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം 54:9 ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ അവിടെ പറയുന്നത് സ്തോത്രം 54:9 അതിൽ ഇപ്രകാരമാണ്: നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളങ്ങൾ പോലെയാകുന്നു, നോഹയുടെ വെള്ളങ്ങൾ ഭൂമിയെ മുക്കിക്കളയുകയില്ല എന്ന് സത്യം ചെയ്തതുപോലെ നോഹയുടെ വെള്ളങ്ങൾ ഹല്ലേലൂയ മുക്കിക്കളയുകയില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6 ഹല്ലേലൂയ അതിൽ ഇപ്രകാരമാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ പറയുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഭൂമിയിൽ ഹല്ലേലൂയ 6:6 ഹല്ലേലൂയ ഇപ്രകാരമാണ്: താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ അനുതപിക്കുവാൻ ദൈവമക്കളെ ഒരിക്കലും നമ്മളെ ഇടയാക്കരുത്. കാരണം നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ഹല്ലേലൂയ ആദ്യകാലത്ത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ, നമ്മളെല്ലാ അധ്യായം വായിച്ചു നിങ്ങൾ പഠിച്ചവരാണ്, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ മനുഷ്യനോട് പലവിധ പാപങ്ങളും ചെയ്ത് ഹല്ലേലൂയ ദൈവം പൊറുതി മുട്ടിയിരിക്കുമ്പോൾ, എന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞത്, ദൈവം സഹികെട്ടിരിക്കും അവിടെയാണ് ദൈവം പറയുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. ഹല്ലേലൂയ. മനുഷ്യന്റെ നിരൂപണങ്ങൾ എപ്പോഴും ദോഷമുള്ളതാ. നമ്മൾ നല്ലത് ചിന്തിക്കാൻ ഭാവിച്ചാൽ പോലും ആ ചിന്തയെ തടുത്തു വെക്കുന്ന ചില പൈശാചിക മേഖലകൾ, ഹല്ലേലൂയ, അതൊന്നും തരാൻ കഴിയാതെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. നമുക്കറിയാം യോബിന് ചുറ്റും വേലി കെട്ടി വെച്ചിരുന്നതാ.
യോബ് നിഷ്കളങ്കനും നിർമ്മല ഭക്തനും നേരുള്ളവനുമായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ടും സാത്താൻ അവനെ വിട്ടോ? ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ യോബിന് ചുറ്റും വേലി കെട്ടി വെച്ചിരുന്നതാ. സാത്താന് തൊടാൻ പറ്റിയില്ല. ഞാൻ ഇന്നൊരു ദൂത് വിളിച്ചു പറയാം, നിങ്ങൾ എല്ലാവരും അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. യോബിന് ചുറ്റും വേലി കെട്ടി വെച്ചിരുന്നത് പോലെ ദൈവമേ, ഹല്ലേലൂയ, റബൽ ഘടകരികമന, ഹല്ലേലൂയ, എന്റെ ചുറ്റിന്, എന്റെ കുടുംബത്തിന് ചുറ്റിന്, എന്റെ തലമുറകളുടെ മേലും യേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് ഞാൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വേലി കെട്ടി മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ വേലി പൊളിക്കാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സാത്താൻ ഊടാടി സഞ്ചരിച്ച് വന്നിട്ട് യഹോവയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? വേലി പൊളിച്ചു കൊടുക്കുവാൻ. ദൈവമക്കളെ, നമ്മുടെ ഭവനത്തിനകത്തുള്ളത്തിൽ യഹോവയായ ദൈവം, നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, ഹല്ലേലൂയ, നമ്മളെ തന്നെ നമ്മൾ വേലി കെട്ടി സൂക്ഷിക്കണം. ആ വേലി പൊളിക്കുവാൻ ദൈവത്തോട് അനുവാദം ചോദിക്കണം. ഹല്ലേലൂയ. ഒരു വിഷയത്തിനും നമ്മളെ തൊടുവാൻ അനുവദിക്കരുത്. സാത്താൻ വന്ന് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: നീ അവനെ വെച്ച് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുവല്ലയോ, പിന്നെ ഞാൻ എങ്ങനെ അവനെ തൊടുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അനുവാദം കൊടുത്തു. ദൈവമക്കളെ, വെറുതെ അല്ല അനുവാദം കൊടുത്ത. എന്താണെന്നറിയുമോ? യഹോവയായ ദൈവത്തിന് അറിയാം. യോബിനുണ്ടായിരുന്ന വേലി പൊളിച്ചു കൊടുത്താലും ആദ്യം മുതൽ അവസാനം വരെ ആ ദൈവത്തെ തള്ളിപ്പറയുകയില്ല എന്നൊരു ഉത്തമ വിശ്വാസം ദൈവത്തിന് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പൊളിച്ചു കൊടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജെയിംസ് സിസ്റ്റർ പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ. മറിയം ജെയിംസ് പ്രാർത്ഥിച്ചോ സിസ്റ്റർ? ഹല്ലേലൂയ. നിനക്ക് ചുറ്റുമുണ്ടായിരുന്ന വേലി പലപ്പോഴും പൊളിക്കാൻ നോക്കിയതാ കേട്ടോ. ഹല്ലേലൂയ. 1, 2, 3 വിഷയങ്ങളുടെ മേൽ നിന്റെ വേലി പൊളിച്ചു കളഞ്ഞിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. 3 വിഷയത്തിന്റെ മേൽ നീ പ്രാർത്ഥിച്ചോ. ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, ഹല്ലേലൂയ, പ്രതികൂല സാഹചര്യങ്ങളും ദൈവത്തെ കൈവിടാതെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവദാസിയെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവം അതിന് മറുപടി തന്ന് മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. മരണത്തിന് പോലും വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, നീ എത്തേണ്ട സ്ഥാനത്ത് നിന്നെ ദൈവം എത്തിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുക. പ്രാർത്ഥിച്ചോ. ഓ റബൽ ഘടകരികമനഹസ്തുന. വചനം പറയുന്നത് പോലെ അവിടെ മനുഷ്യൻ, ഹല്ലേലൂയ, മനുഷ്യനെ കണ്ട് അനുതപിച്ചു എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഹല്ലേലൂയ. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. സ്തോത്രം. ആ നശിപ്പിച്ചു കളയുന്നതിന് വേണ്ടിയാണ് നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പെട്ടകത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല, അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണ്. ആ പെട്ടകത്തിനകത്തിൽ നോഹയും കുടുംബവും മാത്രമേ അവശേഷിച്ചുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്തിൽ ആരും കയറിയില്ല. ഹല്ലേലൂയ. എല്ലാ ഇടജന്തുക്കളിൽ നിന്ന് എല്ലാം കയറി, ഈരണ്ടായി കയറി, ആണും പെണ്ണും ഈരണ്ടായി കയറി. പക്ഷേ ആ പെട്ടകത്തിനകത്തിൽ നോഹയും കുടുംബവും അല്ലാതെ വേറൊരു കുടുംബമില്ല. എന്താണെന്നറിയുമോ? ഹല്ലേലൂയ, ഇതിലാരും വിശ്വസിച്ചില്ല. എല്ലാം മതിമറന്ന ജനങ്ങൾ, എല്ലാം ഹല്ലേലൂയ പാപം നിറഞ്ഞ ജനങ്ങൾ. ഹല്ലേലൂയ, അവരാരും വിശ്വസിച്ചില്ല. ഒടുവിൽ നോഹയും കുടുംബവും രക്ഷപ്പെടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ദൈവമക്കളെ, നമ്മുടെ കുടുംബം യോശുവ പറയുന്നത് പോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ, നിങ്ങൾ ഈ വചനം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പിടിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, നശിച്ചു പോകുന്ന മക്കളുടെ ഇടയിൽ നിന്ന്, നശിച്ചു പോകുന്നവരുടെ ഇടയിൽ നിന്ന് നമ്മളെ കൈ നീട്ടി പിടിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആ നശിക്കുന്ന ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തിനെയും ദൈവം കൈ നീട്ടി പിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ പ്രാർത്ഥിക്കുക. ഈ പാപം നിറഞ്ഞ ഈ ലോകത്ത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുമ്പോൾ അപ്പൻ ഏത് സമയത്താ കടന്നു വരുന്നത് നമ്മൾക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസവും ഉറക്കഴിഞ്ഞ് കാത്തിരുന്നേനെ. പക്ഷേ നമ്മൾ ഉറക്കത്തിലും വചനം പറയുന്നത് പോലെ നിങ്ങൾ നിർമ്മതരായിരിക്കുക.
നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീനെന്ന് കർത്താവ് പറയുന്നത് പോലെ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥനയിൽ എപ്പോഴും ഉറ്റിരുന്നാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. നിങ്ങൾ വേദനയേറിയ വിഷമങ്ങൾ, എത്ര വിഷമങ്ങളായിരുന്നാലും, നിങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും അവിടെ നിന്നൊക്കെയും വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അങ്ങനെ നോഹയെ പെരുവെള്ളത്തിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു കപ്പലിനകത്തിലാക്കി. ഹല്ലേലൂയ, നമുക്കറിയാം വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നപ്പോഴും ഹല്ലേലൂയ നോഹയ്ക്ക് പേടി വന്നില്ല. എന്താണെന്നറിയുമോ? ഇത് പറഞ്ഞത് സർവശക്തനായ ദൈവമാ. ഹല്ലേലൂയ, ആ പെട്ടകമൊടുവിൽ അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ഹല്ലേലൂയ, ഒടുവിൽ അതെല്ലാം രക്ഷപ്പെട്ടത് നമുക്കറിയാം. സ്തോത്രം, ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുന്നു. ഇതിനകത്തിൽ ഹല്ലേലൂയ എനിക്ക് ഫോണായത് കൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്നോട് ദൈവാത്മാവ് പറയുന്ന ദൂത് ഞാൻ പറയുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. റബൽ ഘടകരീകമ നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം, അതിനകത്തിൽ ഒരു മോശയെ പറ്റി പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ ഒരു മോശയെ ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഈ പെരുവെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു, ഞാൻ കേട്ടു. അതിൽ നിന്നൊക്കെയും എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു മോശയെ ദൈവം പെരുവെള്ളത്തിൽ നിന്ന് ഹല്ലേലൂയ പൊക്കിയെടുത്തു എങ്കിൽ ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം. സൂസൻ രഞ്ജിത്ത് ഹല്ലേലൂയ ദൈവദാസിയെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഈ വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ നിന്നെ ഒരു പെരുവെള്ളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് പോലെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഈ വരും ദിവസങ്ങളിൽ രഹസ്യവും പരസ്യവുമായി നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ദൈവം മറുപടി തന്ന് നിന്നെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ദൈവദാസിയെ പ്രാർത്ഥിച്ചുകൊള്ളുക, ദൂതോർമ്മിപ്പിക്കുകയാണ്. റബൽ ഘടകരിക മനഹസ്തുന. ഹല്ലേലൂയ, സ്തോത്രം. ഈ മോശയെ പറ്റി നമുക്കറിയാവുന്നതാണ്. ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളുടെ കഷ്ടത ഞാൻ കണ്ടു. എന്നിട്ട് ഹല്ലേലൂയ ദൈവം അടങ്ങിയിരുന്നു ഇല്ല. ഹല്ലേലൂയ, ഹെരോദ രാജാവ് ഹല്ലേലൂയ ഫറവോൻ ഹല്ലേലൂയ എന്ത് ചെയ്തിരിക്കുന്നു? 2 വയസ്സ്. അത് പുതിയ നിയമത്തിൽ ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ ഹെരോദ രാജാവ് 2 വയസ്സും അതിന് താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെയൊക്കെ കൊന്നുകളയുമ്പോഴും ഹല്ലേലൂയ ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് ജീവനോടെ തന്ന ദൈവം. ഹല്ലേലൂയ ഒരു പുത്രനെ തന്റെ ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്ന ദൈവം. അത് പുതിയ നിയമത്തിൽ ദൈവം ഒരു മോശയെ ഒരുക്കി. ഇസ്രായേൽ മക്കളുടെ വിടുതലിനു വേണ്ടി ദൈവം ഒരു മോശയെ ഒരുക്കി തന്നു. ദൈവമക്കളെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മോശയുടെ കാര്യം പറയുമ്പോൾ ഹല്ലേലൂയ അവിടെ വചനം പറയുന്നത് ഇപ്രകാരമാണ്. പുറപ്പാട് ഹല്ലേലൂയ, സ്തോത്രം 1:10 പറയുന്നത് പോലെ, പൈതൽ വളർന്ന ശേഷം അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി. അവൻ അവൾക്ക് മകനായി. അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തത് കൊണ്ടാണ് അവന് മോശ എന്ന പേരിടുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഈ മോശയുടെ കാര്യം പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം ഹല്ലേലൂയ സ്വന്തം മാതാവിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ 3 മാസം കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ജനിച്ചു വീണാൽ അമ്മേ എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ്, നിലവിളിച്ചുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പക്ഷേ ഈ 3 മാസം എങ്ങനെ ആ കുഞ്ഞ് മാതാവിന്റെ വീട്ടിൽ കരയാതിരുന്നു? നിങ്ങൾ ആരെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? സ്തോത്രം. അങ്ങ് 3 മാസം ആ കുഞ്ഞിന്റെ ശബ്ദം മാതാവിന്റെ ഭവനത്തിൽ നിന്ന് വെളി വന്നില്ല. സ്തോത്രം. ഈ 3 മാസം കഴിഞ്ഞപ്പോഴാണ് എന്ത് വന്നത്? ഹല്ലേലൂയ അവിടെ വെളിയെ വന്നത്. സ്തോത്രം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ലാലി സിസ്റ്റർ ഹല്ലേലൂയ ഇതുവരെയും ലാലി സിസ്റ്ററിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നീ ഇതുവരെ നീ കരച്ച കരഞ്ചിൽ ഒന്നും ആരും ഇതുവരെ കേട്ടില്ല എന്ന് നീ കരുതരുത്. നിന്റെ കരച്ചിൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കരച്ചിലിന് വിരാമമിടുവാൻ ദൈവം ചില പദ്ധതികളെ നിന്റെ ഭവനത്തിനകത്തിൽ ഒരുക്കി. ആ പദ്ധതിക്ക് വേണ്ടി നീ കാതോർത്തിരുന്നു. ആ പദ്ധതിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ദൈവമേ, എന്റെ കരച്ചിൽ നിർത്തുവാൻ തക്കവണ്ണം അങ്ങ് എന്നോട് സംസാരിച്ചല്ലോ. ഹല്ലേലൂയ, അത് ഇന്ന് എന്തെന്തവാണെന്ന് അടിയനോട് സംസാരിക്കണമേ എന്ന് ലാലി സിസ്റ്റർ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ആലോചന കൈമാറുന്നത് അപ്രകാരം തന്നെയാണ്. നിന്റെ തലമുറകളുടെ വിഷയത്തിന്റെ മേൽ, നിന്റെ ബന്ധുമിത്രാദികളുടെ വിഷയത്തിന്റെ മേൽ നീ ഇന്ന് കരഞ്ഞു വിലപിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, നിന്റെ കരച്ചിലിനും വിലാപത്തിനും ഹല്ലേലൂയ നൃത്തമാക്കി തീർക്കുന്ന ഒരു ദൈവം പ്രാർത്ഥിച്ചു. അതിശക്തമായിട്ട് ദൂതോർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഇവിടെ മോശ ഹല്ലേലൂയ 3 മാസം മാതാവിന്റെ ഭവനത്തിനകത്തളത്തിൽ ഹല്ലേലൂയ കരച്ചിലിന്റെ ശബ്ദം വന്നില്ല. 3 മാസം ദൈവത്തിന്റെ നിയോഗമാ കേട്ടോ. ദൈവം പറഞ്ഞിട്ടാണ് അവിടെ ശബ്ദം കൊടുക്കാഞ്ഞത്. ദൈവം മോശയുടെ വായെ അടച്ചിരുന്നു. ഹല്ലേലൂയ 3 മാസം മാതാവിന്റെ പാൽ കുടിക്കുവാൻ ആ കുഞ്ഞിനെ അവിടെ വേണമെന്ന് ദൈവഹിതമായിരുന്നത് കൊണ്ട് ഹല്ലേലൂയ അവിടെ ആക്കി തീർത്തു. പക്ഷേ ഹല്ലേലൂയ അവനെ ഹല്ലേലൂയ ഒരു ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി. ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കിയപ്പോൾ അതിൽ കീലും പശയും തേൽക്കുവാൻ ഇടയായി തീർന്നു. ഞാങ്ങണപ്പെട്ടകം കീലും പശയും തേച്ചില്ല എങ്കിൽ അത് വെള്ളത്തിൽ മുങ്ങിപ്പോകും. ഹല്ലേലൂയ നിന്റെ ഉപവാസവും പ്രാർത്ഥനയും നിമ്മി ജോസ് ഹല്ലേലൂയ സിസ്റ്റർ പ്രാർത്ഥിച്ചു. നിന്റെ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒരിക്കലും നീങ്ങിപ്പോകയില്ല. നിന്റെ ജീവിത അന്ത്യം വരെ നിന്നെ ഒരിക്കലും നേരെ വിടത്തില്ല. നിന്നെ പല പ്രതികൂല സാഹചര്യങ്ങളും ഇട്ടുകൊണ്ട് നിന്നെ ഞാൻ വെട്ടിക്കളയും, കൊന്നുകളയും, കുത്തിക്കളയും, ഇങ്ങനെയൊക്കെ പലതും ഹല്ലേലൂയ പിശാചായവൻ നിന്നെ പറഞ്ഞു ഭയപ്പെടുത്തുമ്പോൾ ഭയത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുകയാണ് കർത്താവ്. ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. സിസ്റ്ററെ പ്രാർത്ഥിച്ചു. ഈ വരും ദിവസങ്ങളിൽ നിന്നോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ പലതിലും ഇതുവരെ മറുപടി കിട്ടാതെ ഭാരത്തോടായിരിക്കുമ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാൻ ദൂതോർമ്മിപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ രക്തത്താല് ജയമെടുക്കുന്നു. എല്ലാത്തിനും ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഈ വാഗ്ദത്തം പറയുന്നവൻ വിശ്വസ്തന. എന്റെ അപ്പൻ വിശ്വസ്തന ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ ഞാൻ ഇതിനിടെ ഒരു സാക്ഷ്യം കൂടെ പറയുന്നു. അല്ലേല 2-3 മാസമായി എന്റെ കൈയാണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടിയുടെ അലർജിയാണ്, എന്തോ സ്കിൻ പ്രോബ്ലം. കൈയങ്ങ് ചൊറിഞ്ഞു പൊട്ടുക. ചൊറിഞ്ഞ് പൊട്ടിയിട്ട് എനിക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനോ പ്രൈസലോട് പറയാനോ ഒന്നും പറ്റത്തില്ല. അങ്ങ് ചൊറിഞ്ഞു പൊട്ടി അങ്ങ് ഒലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ. ഈ ഇതിനോടകം 2-3 ദേവദാസന്മാര് വെള്ളവും എണ്ണയൊക്കെ പ്രാർത്ഥിച്ചു തന്നതാ. ആ ദേവദാസന്മാര് പ്രാർത്ഥിച്ച് തന്നേച്ച് ഞാൻ ബുധനാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്ന സഭയിലായാലും ഞാൻ വചനം പറയും കേട്ടോ. അരമണിക്കൂർ എനിക്ക് സമയം തരും വചനം. എല്ലാ ബുധനാഴ്ച ഉള്ളതാ. സ്തോത്രം. ആ ദേവദാസനും അവിടെയുള്ള ദേവദാസനും അന്ന് ഗൾഫില. വേറെ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ തന്ന ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും, ആന്റി കൈക്ക് എങ്ങനെയുണ്ട്? ഒരു വിടുതലും ഇല്ല പാസ്റ്റർ, അങ്ങനെ തന്നെ ഇരിക്കുവാണെന്ന് പറയാം. അങ്ങനെ 17 ദിവസം കഴിഞ്ഞു. അതിന് മുമ്പേ ഉണ്ട്, കൈ ചൊറിഞ്ഞു പൊട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ 6 മാസത്തിന് മുമ്പേ ദൈവം ഒരു ദൂത് എന്നോട് പറഞ്ഞായിരുന്നു. അത് ഞാൻ പറയാം. സ്തോത്രം. ഈ ഞാന് ഒരു ദിവസം വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കും. അതില്ല മത്തായി സുവിശേഷം 8-ാം അധ്യായം 2 അങ്ങനെയാ പറയുന്നത്. നിനക്ക് 8:2 നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. ഞാൻ അങ്ങനെ തന്നെയാ പ്രാർത്ഥിച്ചേ. എനിക്കറിയാം എന്റെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ ദൈവമക്കളെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ പോലെ, നിങ്ങൾ എന്റെ കൈ കാണുന്നുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിന്റെ കൈ പോലെ. ഇതെങ്ങനെ സൗഖ്യമായി എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല കേട്ടോ. എന്റെ അപ്പൻ എന്നെ തൊട്ട് സൗഖ്യമാക്കിയതാ. ഈ വലത്ത് കൈ അപ്പന് വേണമെന്നറിയാം. അതുകൊണ്ടാണ് എന്റെ അപ്പൻ എന്നെ തൊട്ട് സൗഖ്യമാക്കി. പിറ്റേ ദിവസം ബുധനാഴ്ച ഞാൻ ചെല്ലുമ്പോൾ ദേവദാസൻ ചോദിച്ചു, ഇതെങ്ങനെയാ ദേവദാസ് ഇത്ര അതിശയം? ഞാൻ പറഞ്ഞു, കർത്താവ് എന്നെ തൊട്ടു. എങ്ങനെയാ മുറിവ് പോയി, എങ്ങനെയാ പഴുപ്പ് പോയി, എങ്ങനെയാ വ്രണം പോയി, ഇതുവരെ എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ അപ്പന്റെ കരം എന്നെ തൊട്ടു എനിക്കറിയാം. ഇതിൽ വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ എന്റെ കൈ കണ്ടോ? അല്ലേ, ഇതിൽ വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല. ഞാനൊരു ഉത്തമ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞേ. മക്കളെ, നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നേ. നമ്മുടെ വിശ്വാസം പോയി പോകരുത്. നിന്നെ ഏത് ആമത്തിലിട്ട് പൂട്ടിയാലും, നിന്നെ ഏത് പൊട്ടക്കണറ്റി കൊണ്ടിട്ടാലും, അല്ലേ പൊട്ടക്കണറ്റി കിടന്ന യോസേഫ് മുകളിലോട്ടാ നോക്കിയത്, താഴോട്ടല്ല നോക്കിക്കിടന്നത്. ഹല്ലേലൂയ. പൊട്ടക്കണറ്റി കിടന്ന യോസേഫിനെ പിടിച്ചു പൊക്കാമെന്നുണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി പൊക്കുന്ന കർത്താവിന്റെ കരം ദൈവദാസിമാരെ ഇന്ന് നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ വരും ദിവസങ്ങളിൽ തന്നെ ദൈവം നിങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടയാള സഹിതമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം.
പറഞ്ഞില്ല, ഞാൻ ജനിക്കുമ്പോൾ തന്നെ എനിക്ക് ആസ്മാരോഗം ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാനിപ്പോ സംസാരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ആസ്മാരോഗമുണ്ടോ? ഹല്ലേലൂയ. എന്റെ കർത്താവിനെ തൊട്ട് സൗഖ്യമാക്കിയത് ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അന്ന് കത്തോലിക്ക കുടുംബത്തിലായിരുന്നു, നിങ്ങൾ സാക്ഷ്യം കേട്ടതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് എന്നെ കൈ നീട്ടി പൊക്കി പിടിച്ച് എന്റെ കർത്താവ് എന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുൻപിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് എന്നെ കൊണ്ടും പദ്ധതിയുണ്ട്. ദൈവമക്കളായ നിങ്ങളെ കൊണ്ടും ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും കൊടുക്കണമെന്നില്ല. സ്തോത്രം. എല്ലാവരും പലതും ആഗ്രഹിക്കും. ഞാൻ പറയാം, ഞാൻ ഒരു 6 മാസത്തിന് മുമ്പ് ഞാൻ ഒരു സ്വതന്ത്ര സഭയില. ആ സഭയിൽ പോയി വചനം ശുശ്രൂഷിച്ചു, ആത്മീയ ദൂത് വെളിപ്പാടൊക്കെ ഒത്തിരി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിൽ വന്നു കഴിഞ്ഞിട്ട്, നേരത്തെ ആ ഭവനത്തിൽ ഒരു വെളിപ്പാടൊക്കെ ദൈവം കൊടുത്തതാ. ഇപ്പൊ ഒരു വിഷയം പറയുന്നത്, ഹല്ലേലൂയ, ആ ദൈവദാസി എന്നെ പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട്, ദൈവദാസിയെ, ഞാൻ ചോദിച്ചു എന്തുവാ എന്റെ കാര്യം? പറഞ്ഞു, സ്തോത്രം, ഇങ്ങനെ ദാസി പ്രസംഗിക്കുന്ന പോലെ എനിക്കൊന്ന് പ്രസംഗിക്കണം. ഞാൻ ചോദിച്ചു, അത്രയുള്ളോ? ആഗ്രഹിക്കുന്നവരുടെ മേൽ അനുഗ്രഹങ്ങളെ കൊടുക്കുന്ന ദൈവമാ. നിനക്കൊരാഗ്രഹമുണ്ടോ? അത് പൂർത്തിയാക്കി തരുന്ന ദൈവമാ. ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ദൈവമല്ല. ഇത് എനിക്ക് മാത്രം എഴുതപ്പെട്ട് വെച്ചിരിക്കുന്നതല്ല. ദൈവദാസിക്ക് ആഗ്രഹം തന്നത് കർത്താവാ. കർത്താവിന്റെ വേല ഒരുപടി മുൻപിലോട്ട് പോകുവാൻ ദൈവം ദാസിയെ ഒരുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആഗ്രഹം തന്നത്. ഇന്നു മുതൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വേല തികവോടെ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ദാസിയെ ബലപ്പെടുത്തുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, അന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതാണ്. ഹല്ലേലൂയ, ഇന്ന് ദൈവസന്നിധിയിൽ നിന്ന് വചനവുമായിട്ട് എഴുന്നേൽക്കുവാൻ ദൈവം ദാസിക്ക് ബലം കൊടുത്തു. ഹല്ലേലൂയ. നമ്മളൊന്ന് ആഗ്രഹിക്കണം ദൈവമക്കളെ. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ നമ്മളൊന്ന് ആഗ്രഹിക്കണം. ജ്യോതി സിസ്റ്ററെ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വേല ചെയ്യുവാൻ നമ്മൾ ഇന്നൊന്ന് ആഗ്രഹിച്ചാലുണ്ടല്ലോ, ദൈവത്തിന്റെ വേല ചെയ്യുന്ന സഹോദരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പടി മുൻപോട്ട് പോകുവാൻ ഏലിയാവിന്റെ പുറകിന് നടന്ന ഏലീശ പറഞ്ഞു, എനിക്ക് ഇരട്ടി അനുഗ്രഹം വേണം. ഹല്ലേലൂയ, സ്തോത്രം എന്ന് പറഞ്ഞതുപോലെ ദൈവദാസിയെ ജ്യോതി സിസ്റ്ററെ പ്രാർത്ഥിച്ചു. ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച ഒരു ഏലീശയെ പോലെ ദൈവസന്നിധിയിലായിരുന്നാൽ, ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷയെ മാനിക്കുന്ന ഒരു ദൈവം അതിശക്തമായിട്ട് ഹല്ലേലൂയ, ദൂതോർമ്മിപ്പിക്കുക, പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ, രക്തത്താല് ജയമെടുക്കുകയാണ്. ഇവിടെ മോശയെ, ഹല്ലേലൂയ, സ്തോത്രം, കീലും പശയും തേച്ച് ഒരു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കി, ഹല്ലേലൂയ, സ്തോത്രം, വെള്ളത്തിനകത്തിൽ കൊണ്ടുവന്നു. നൈൽ നദിക്കുള്ളിൽ കൊണ്ടുവന്നിട്ടിട്ട് തന്റെ സഹോദരി ദൂരത്തു നിന്ന് മാറി നോക്കിക്കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ, എന്തു സംഭവിക്കുമെന്നോർത്ത്. ഹല്ലേലൂയ, ആ സമയം, ഹല്ലേലൂയ, സ്തോത്രം, ഈ ഫറവോന്റെ പുത്രിക്ക് ആ സമയത്തേ കുളിക്കാൻ വരാനൊക്കത്തുള്ളൂ. ഫറവോന്റെ പുത്രിയുടെ ഭവനത്തിൽ വെള്ളമില്ലയോ? എന്റെ ആലോചനയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദൈവം ഫറവോന്റെ പുത്രിയെ അവിടെ കൊണ്ടുവന്നു. അത് ദൈവം നിയോഗിച്ചാക്കിയതാ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ഫറവോന്റെ പുത്രിയെ ദൈവം അവിടെ പറഞ്ഞേക്കുന്ന എന്തിനാണെന്ന് അറിയുമോ? എന്റെ മകൻ അവിടെ കിടപ്പുണ്ട്, നീ പോയി എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു ഒരു ഫറവോന്റെ പുത്രിയെ ദൈവം അയക്കുന്നത് പോലെ ജെസ്സി ജോബോയ് പ്രാർത്ഥിച്ചോ സിസ്റ്റർ. ഹല്ലേലൂയ, ദൈവം നിന്നെ വചനവുമായിട്ട് പല ദേശങ്ങളിൽ, ഹല്ലേലൂയ, പല ഭവനങ്ങളിൽ നിന്നെ അയക്കും കേട്ടോ. ശക്തമായിട്ട് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിലെ വാഞ്ചകളെ, ഹല്ലേലൂയ, കർത്താവിന്റെ പേര് സുവിശേഷ വേല ചെയ്യുവാൻ നിന്റെ ഹൃദയത്തിലെ വാഞ്ചയെ മാനിക്കുന്ന ഒരു ദൈവം പല ഭവനങ്ങളിൽ നീ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നിനക്ക്, ഹല്ലേലൂയ, മാന്യത തന്നെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക, ദൂതോർമ്മിപ്പിക്കുക. ഇവിടെ ഫറവോന്റെ പുത്രി കടന്നു വന്നപ്പോൾ മോശയെ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു. ഞാൻ പറഞ്ഞ ദൂത് നിങ്ങൾ ഓർത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. പെരുവെള്ളത്തിൽ നിന്ന് കൈനീട്ടി പൊക്കിയെടുക്കുന്ന കർത്താവ് യഹോവയായ ദൈവം അവിടെ നിന്ന് പൊക്കിയെടുക്കുവാൻ ഒരു മോശയെ പൊക്കിയെടുത്തത് എന്തിനാണെന്നറിയുമോ? ഹല്ലേലൂയ, സ്തോത്രം. ഈ ഇസ്രായേൽ ജനങ്ങളെ മുഴുവനും ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ക്ലേസി, ഹല്ലേലൂയ, ബാബു ജോൺ സിസ്റ്റർ, മാതാവേ പ്രാർത്ഥിച്ചോ. നിന്നെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് സഖറിയാവിനോട് ദൂതൻ പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, നീ കരഞ്ഞു വിലപിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന്റെ മേൽ ദൈവം മറുപടി തന്ന് നിന്നെ മാനിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഈ വരും ദിവസങ്ങളിൽ
ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കും. പലപ്പോഴും കർത്താവിന്റെ ശബ്ദം നീ കേട്ടതാ. ഹല്ലേലൂയ, സ്തോത്രം. ശമൂവേൽ ബാലൻ ശബ്ദം കേട്ടതുപോലെ പലപ്പോഴും നീ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്. പക്ഷെ ഏതൊന്ന് തിരിച്ചറിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷെ ഇനിയും അങ്ങനെയല്ല. ഈ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് വചനം പറയുന്നത് പോലെ നീ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നീ ഉണർന്നെഴുന്നേറ്റിരുന്ന് ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുവാൻ ദൂതോർമ്മിപ്പിക്കുക. നീ നിനക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, നശിച്ചുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് ക്രൂശിൽ കടന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ തലമുറകളെ ഓർത്തു കരവീൻ എന്ന് പറഞ്ഞതുപോലെ ഇതിലുള്ള എല്ലാ ദൈവദാസീദാസന്മാരോടും ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുന്നത് അപ്രകാരമാണ്. നമ്മൾക്ക് ഈ ലോകത്തിൽ നേടാനൊന്നുമില്ല ദൈവമക്കളെ. നമ്മളുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്താതെ ദൈവസന്നിധിയിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും കൃപയിലും ബലത്തിലുമായി തീരുവാൻ നിങ്ങളോട് എല്ലാവരോടും ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. പലരും തലമുറയെ ചൊല്ലി ഭാരപ്പെടുന്നുണ്ട്. ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ലല്ലോ, ഇവരെങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലും? ഹല്ലേലൂയ, സ്തോത്രം. തലമുറകൾക്ക് വേണ്ടി ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടില്ല. സിമി മാത്യു സിസ്റ്റർ പ്രാർത്ഥിച്ചോ? തലമുറകൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ ഹല്ലേലൂയ, രക്തത്തിനാലും വചനത്തിനാലും പരിശുദ്ധാത്മാവിനാലും ജയമെടുക്കും. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് വിളിച്ചു കൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത്. പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ കർത്താവേ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത? ഇല്ല, ചോദിക്കുന്നു. എല്ലാവരുടെയും ചോദ്യം കേട്ടോ, എന്താ കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്ത? ഞാനും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ചോദിക്കത്തില്ല. എനിക്കറിയാം കർത്താവ് മറുപടി തരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്റർ പ്രാർത്ഥിച്ചോ കേട്ടോ. തലമുറകളുടെ മേൽ ആരെല്ലാം ഭാരപ്പെട്ട് പ്രയാസത്തോടെ ആയിരിക്കുന്നു, ഹല്ലേലൂയ, അതിന് മറുപടി തന്ന് നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോ ചിലപ്പോൾ അത് സ്വർഗത്തിൽ വരെ ചെല്ലത്തില്ല. എന്താണെന്നറിയുമോ? ഹല്ലേലൂയ, അദൃശ്യ മണ്ഡലങ്ങൾ നമ്മുടെ ശബ്ദത്തെ അടച്ചു കളയും. നിങ്ങൾ പ്രാർത്ഥിച്ചോണം കേട്ടോ. അദൃശ്യ മണ്ഡലങ്ങളുണ്ട്, ദൃശ്യമായിട്ടുള്ള മണ്ഡലം നമ്മളിപ്പോൾ കാണുന്നതാ, നമ്മൾ ദർശിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ദൃശ്യ മണ്ഡലങ്ങൾ. പക്ഷെ ഇതിന്റെ അദൃശ്യ ശക്തികളുണ്ട്. ഈ അദൃശ്യ ശക്തികൾ, പൈശാചിക ശക്തികൾ നമ്മുടെ പ്രാർത്ഥനയെ തടുക്കുന്ന ദൈവദാസിമാരെ, നിങ്ങളൊന്ന് ആത്മാവ് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, സത്യം പറഞ്ഞ് എനിക്ക് ഇതിനകത്തിൽ ഇരിക്കാൻ പറ്റാത്തതുപോലെ ഒരു ആത്മീയ നിറവ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കാം. ദൈവദാസി പ്രാർത്ഥിച്ചു. ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിനകത്തളത്ത് ചില സത്യങ്ങൾ വെളിപ്പെട്ടു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ദൈവശക്തിയെ ആത്മാവ് പ്രവചിപ്പിക്കുന്നത് പോലെ ചില ദൈവ ശബ്ദങ്ങൾ ദൈവദാസി കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കും. ശബ്ദം പ്രാർത്ഥിച്ചു, ദൈവദാസി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ലോകം അറിയപ്പെടുന്ന ഒരു പ്രവാചകിയാക്കി ഞാൻ നിന്നെ മാറ്റി ദൈവവേലയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് അപ്രകാരം തന്നെ ആലോചന കൈമാറുന്നത്. നിന്റെ പ്രതീക്ഷയിലും അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു പ്രത്യാശയോടെ ഇരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നിന്നിൽ കൂടി ചില ദൂതുകൾ വെളിപ്പെടുത്തി നീ ഒരു വചനം പറയുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ആരെ ഉദ്ദേശിച്ചാണോ നീ വചനം പറയുന്നത്, പക്ഷേ അവരല്ല മാനസാന്തരപ്പെടുന്നത്, അത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മാനസാന്തരപ്പെട്ട ദൈവസന്നിധി വന്ന് നിന്നോട് തന്നെ വിളിച്ചു സാക്ഷ്യം പറയും. സിമി സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഓ റബൽഖടകരികമനഹത്തുന ദൈവദാസിയോടാ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു. നിന്റെ വായുടെ അധരങ്ങളെ തുറന്നു തരണമേ കർത്താവേ. ഹല്ലേലൂയ, ദൈവ രാജ്യത്തിന് പ്രയോജനപ്പെട്ട ഒരു ദാസിയാക്കി എന്നെ മാറ്റണമേ, എന്റെ കുടുംബത്തെ മാറ്റണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കൊള്ളുക, ദൂതോർമ്മിപ്പിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ നമുക്ക് വേണ്ടി അല്ല ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, നശിച്ചുകൊണ്ടിരുന്ന തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഹല്ലേലൂയ, എത്രയോ ആത്മാക്കൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഓരോ തലമുറകൾ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരത്തില്ല. ഹല്ലേലൂയ, ആരാധനയ്ക്ക് പോകാൻ വിളിച്ചാൽ വരികയില്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളെ അറിയാം. ഹല്ലേലൂയ, ഈ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഫോണിന് അഡിക്റ്റാതെ മക്കളെ. ഹല്ലേലൂയ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരൊരു പക്ഷെ സൂയിസൈഡ് ചെയ്യും. ഹല്ലേലൂയ, ആ പ്രതീതിയാണ് ഇന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കളെ, ഹല്ലേലൂയ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയാ.
ഒരിക്കലും നമ്മുടെ തലമുറകൾ നശിച്ചു പോകുന്ന അന്ത്യത്തിലേക്ക് പോകാതെ ദൈവരാജ്യത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുന്ന ഒരു മോശയെ ദൈവം വിളിച്ചു വേർതിരിക്കുമ്പോൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഹല്ലേലൂയ. പാൽ കൊടുക്കുവാൻ ഹല്ലേലൂയ മാതാവിനെ തന്നെ ആ ഭവനത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി. ഹല്ലേലൂയ. മാതാവിന് ഒരു പക്ഷേ അന്ന് പട്ടിണിയായിരുന്നിരിക്കാം. ഹല്ലേലൂയ. ശമ്പളത്തിൽ ഇന്ന് ജോലി ആരാണോ ഇതിനകത്തിൽ നിന്ന് ഭാരപ്പെടുന്നത്, നിങ്ങൾ ആരെങ്കിലും ജോലിയില്ലാതെ ഇന്ന് ഇതിനകത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി വലിയൊരു സ്ഥാപനം ഹല്ലേലൂയ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു കുറവുണ്ട്, പ്രാർത്ഥനാ കുറവ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനാ കുറവ് കൊണ്ടാണ് ഹല്ലേലൂയ നിങ്ങളുടെ ജോലി തടസ്സപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദാസന്മാരെ, കുഞ്ഞുങ്ങളുടെ ഹല്ലേലൂയ ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിപ്പിക്കണം. എന്താണെന്നറിയുമോ? ഹാഗാർ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുചെന്ന് കിടത്തിയിട്ട് ഹാഗാർ അമ്പിൻപാട് ദൂരത്ത് പോയി ഇരുന്ന് കരയുവാൻ ഇടയായി തീർന്നു. കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഹല്ലേലൂയ കൊണ്ടുവന്ന് മരുഭൂമിയിൽ കിടത്തിയിട്ട് ഹല്ലേലൂയ മാതാവ് കരയുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ അവിടെ മാതാവിന്റെ കരച്ചിലല്ല കേട്ടത്. ദൂതൻ ഹല്ലേലൂയ ഹാഗാറിനോട് വന്ന് പറയുന്നുണ്ട്, ഹാഗാറെ നിനക്കെന്ത്? ഞാൻ പൈതലിന്റെ നിലവിളി കേട്ടിരിക്കുന്നു. ദൈവമക്കളെ, അന്ന് കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമ്മ, കുഞ്ഞുങ്ങളെ ദൈവത്തിന് വലിയ ഇഷ്ടമാ കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് വചനം വായിപ്പിക്കണം. ഹല്ലേലൂയ. അവിടെ ഒരു വിടുതലുണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. ജോലിക്ക് വേണ്ടി, കുഞ്ഞുങ്ങളുടെ ജോലിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിങ്ങളായിരുന്നാൽ നിങ്ങൾ ഹല്ലേലൂയ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ സ്തോത്രം ഹാഗാറിനോട് പറഞ്ഞു, നിന്റെ ബാലന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹാഗാർ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹല്ലേലൂയ അവൾക്കൊരു മരുഭൂമിയിൽ നീരുറവയെ തുറന്നു കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ജെയിൻ വിൽസൺ സിസ്റ്റർ പ്രാർത്ഥിച്ചു, മരുഭൂമിയിൽ നീരുറവയെ തുറന്നു തരുന്ന ഒരു ദൈവത്തിന്റെ കൃപ ദൈവദാസിയുടെ മേൽ വ്യാപരിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുക. ദൂതോർമ്മിപ്പിക്കുക. ഓ റബൽഘടക നിജമന ഹസ്തുന രീപാലഗന്ധനെ. ഹല്ലേലൂയ. ദൈവദാസിമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥനയുടെ ഹല്ലേലൂയ സ്തോത്രം ദൂത്, നിങ്ങൾ കേൾക്കുന്ന ദൂതുകൾ, നിങ്ങൾ കാണുന്ന ഹല്ലേലൂയ നിങ്ങൾ അത് റിസീവ് ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവം ഇന്ന് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ സ്തോത്രം. മോശ 40 സംവത്സരം ഒരു രാജകുമാരനെ പോലെ ജീവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞു 40 സംവത്സരം ഹല്ലേലൂയ യിത്രോന്റെ ഭവനത്തിന്റെ ആടുകളെ മേയ്ക്കുവാൻ കാടുകളിലും മലകളിലും ഹല്ലേലൂയ അലഞ്ഞു നടന്നപ്പോൾ ഹല്ലേലൂയ അവിടെ അവനൊരു മാർക്കറ്റ് ഹല്ലേലൂയ ഒരു ട്രെയിനിങ് പീരീഡ് ആയിരുന്നു 40 സംവത്സരം. നമുക്കറിയാം ഹല്ലേലൂയ ഒരു എബ്രായ ബാലനെ അടിച്ചു കൊന്നത് നിമിത്തം പേടിച്ചാ അവിടെ നിന്ന് ഓടിപ്പോയത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോഴേ ദൈവത്തിന് മനസ്സിലായി അവനൊരു പടയാളിയാന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഒരുത്തനെ അടിച്ചു കൊന്ന് കുഴിച്ചിട്ടിട്ട് ആരും അറിയാതെ അവിടെ നിന്ന് ഓടിപ്പോയുവെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ളവർ അവനെ കണ്ട് ഹല്ലേലൂയ അടിച്ചു കൊല്ലുമെന്ന് ഭയന്നിട്ട് അവിടെ ഓടിപ്പോയി യിത്രോന്റെ ഭവനത്തിലെ ആടുകളെ മേയിച്ചതുപോലെ ദൈവമക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് പ്രയോജനപ്പെടുത്തുവാൻ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജോലിയില്ലാതാണോ ഭാരപ്പെടുന്നത്? തലമുറകളില്ലാതാണോ ഭാരപ്പെടുന്നത്? ഹല്ലേലൂയ. ഇപ്പോൾ മോശ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ട്രെയിനിങ് പീരീഡ് പോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറുവാൻ മാതാപിതാക്കളെ നിങ്ങൾ ദൈവസന്നിധി നെടുമ്പാട് വീണ് നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിങ്ങളുടെ തലമുറകളുടെ വിഷയത്തിന്റെ മേൽ ദൈവം നിങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പലരും ഇന്ന് തലമുറകളുടെ മേലാണ് ഭാരത്തോട് പ്രയാസത്തോടു കൂടി കണ്ണുനീരോടുകൂടി ആയിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ദൂത് പറയുന്നുണ്ട്. അതാണ് പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്ന തലമുറകളോട് മാത്രം ഈ ആലോചന കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ജിറ്റിമോളെ പ്രാർത്ഥിച്ചു, നിന്നിലൂടെ അനേകം പേർ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരും. നിന്റെ ഒരു വാക്ക് മതി. കർത്താവ് പറഞ്ഞതുപോലെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു വാക്ക് മതി. ഹല്ലേലൂയ. വിടുവിക്കപ്പെടുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ അത് വിടുവിച്ചിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. വിടുവിക്കുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ ദൈവം വിടുവിച്ചിരിക്കും. ഞാൻ ചോദിച്ചോട്ടെ, 38 വർഷം ഒരു പക്ഷപാത രോഗി കുളക്കരയിൽ കിടന്നു.
സ്വോത്രം. ഹല്ലേലൂയ. കുളക്കരയിൽ കിടന്ന പക്ഷവാത രോഗി, ഹല്ലേലൂയ, ആദ്യം ആ കുളം കലക്കുമ്പോൾ എടുത്ത് ഇറക്കുന്നവർ, ഹല്ലേലൂയ, അതിലിറങ്ങുന്നവർ സൗഖ്യം പ്രാപിക്കും. 38 വർഷം ഒരു പക്ഷവാത രോഗി അവിടെ ആയിരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് തമ്പുരാൻ 33.5 തിരുവയസ്സ് വരെ ഭൂമിയിൽ ജീവനോടെ ഇരുന്നുള്ളൂ. പക്ഷേ ഈ പക്ഷവാത രോഗി 38 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പക്ഷവാത രോഗി ആ ബത്സയിദ കുളക്കരെ കിടപ്പുണ്ട്. ദൈവ മക്കളെ, അല്ലേലോ, ഒരു അപ്പൻ വരണമായിരുന്നു. അല്ലേലു ആ പക്ഷവാത രോഗിക്ക് വിടുതൽ കിട്ടുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അടുത്തു ചെന്ന് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴും പക്ഷവാത രോഗി പറയുന്നത് എന്താണെന്നറിയുമോ? പരാതിയാ പറയുന്നത്. ഇല്ലേ? നമുക്ക് എപ്പോഴും പരാതിയെ പറയാനുള്ളൂ ദൈവസന്നിധിയിൽ ഇരുന്ന്. സ്തോത്രം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പരാതിയാ. സ്തോത്രം. ആരെങ്കിലും ചോദിച്ചാലും പരാതിയാ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒരു വിടുതലുമില്ല. സുവിശേഷ വില എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല. ഓ, നിങ്ങളുടെ ജോലി എങ്ങനെ? ഓ, ഇതുവരെ ആയിട്ടില്ല. തലമുറ പഠിക്കുന്നുണ്ടോ? ഓ, ഇതുവരെ പോയിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓ, കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെയാ, എല്ലാം കുറച്ചാ, എല്ലാം പകുതിയാ. ദൈവത്തിന് മുഴുവനും കൊടുക്കാൻ ഇതുവരെ ആർക്കും അറിയത്തില്ല. അത്രേ ഉള്ളു കാര്യം. ദൈവസന്നിധി നിങ്ങൾ മുഴുവനുമായിട്ട് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? സ്തോത്രം. ഒരു ഈ കടമുള്ളവൻ വന്ന് വാതിക്ക് വന്ന് കൈ നീട്ടുമ്പോ നാളെ തരാം. ഏത് ഉദ്ദേശത്തോടെ നാളെ തരാം എന്ന് പറയുന്നത്? അപ്പം തരുവോ? പാട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്, അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. സ്തോത്രം. അവനാർക്കും കടക്കാരനല്ല. പക്ഷെ ആവശ്യമില്ലാത്തതിന് പോയി കടം വാങ്ങിച്ചിട്ട് ഈ കടം തീർക്കണമേ എന്ന് കർത്താവിനോട് പറഞ്ഞ കർത്താവ് വിടുവോ? ഇപ്പൊ ഒരു സഹോദരി ഏതെങ്കിലും സഭയിലായിരിക്കട്ടെ, സഹോദരി നല്ലൊരു പട്ടുസാരി ഉടുത്തോണ്ട് വന്നു. വേണ്ട, വിവാഹത്തിന് പോകുമ്പോൾ ഒരു നല്ല പട്ടുസാരി ഉടുത്തോണ്ട് വന്നു. നമുക്ക് ഉടുത്തോണ്ട് പോകാൻ ഉള്ള വെള്ളയുള്ളായിരുന്നു, നമ്മളത് ഉടുത്തോണ്ട് പോയി. അപ്പൊ നമ്മൾ അയ്യോ നല്ല പട്ടുസാരിയാ, ഓ നാളെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റുകാരൻ വരുമ്പോ എനിക്കൊരു പട്ടുസാരി വാങ്ങിക്കണം, വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. വരുമാനം ഇല്ലെന്ന് ഓർക്കണം. സ്വോത്രം. ആ ഇൻസ്റ്റാൾമെന്റുകാരൻ വരുന്നുണ്ട്, ആദ്യം വില കൂടി ഒരു 10,000-ന്റെ പട്ടുസാരി എടുക്കും. അവരെക്കാളും നല്ലത് കൊടുക്കാൻ എന്റെ ദൈവം എന്നോട് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മേടിച്ചത്. വെറുതെയാ, അത് ദൈവമല്ല പറഞ്ഞ്. നിന്നെ കടക്കാരിയാക്കുന്നത് പിശാചാ കേട്ടോ. അല്ലല്ലോ, നിങ്ങൾ എല്ലാവരും ഓർത്തണം, നിങ്ങളെ കടക്കാരിയാക്കുന്നത് പിശാചാ. ദൈവം പറഞ്ഞില്ല ഒരിക്കലും 10,000 രൂപ വിലയുള്ള പട്ടുസാരി കൊടുക്കാൻ. ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല, ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല. നീ നിന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലായിരുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ, നിനക്ക് 10,000 രൂപയെ ശമ്പളമുള്ളോ, നീ അതിന്റെ ദശാംശം ദൈവത്തിന് കൊടുക്ക. അല്ലാതെ ഇൻസ്റ്റാൾമെന്റുകാരനല്ല കൊടുക്കേണ്ടത്, പട്ടുസാരിക്ക് കടയിലല്ല കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. നിനക്ക് കിട്ടിയത് ദൈവത്തിന് കൊടുത്താമെങ്കിൽ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. ആ 10,000-ന്റെ പട്ടുസാരി വാങ്ങിച്ചിട്ട് മാസം തോറും അയാൾ വന്ന് വാതുക്കെ നിൽക്കുമ്പോ നാളെ തരാം, അടുത്ത ആഴ്ച തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ ഇത് വാങ്ങിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് ആലോചന ചോദിച്ചോ? ഇല്ല. ചോദിച്ചോ? ഇപ്പോൾ അല്ലേ സഹോദരിമാരായാലും സഹോദരന്മാരായാലും എന്റെ കുഞ്ഞ് എന്ത് പഠിക്കണമെന്ന് ദൈവത്തിനോട് ആലോചന ചോദിക്കുന്നു. എവിടുന്നാ കിട്ടുന്നെന്ന് ദൈവത്തിനോട് ആലോചന ചോദിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദൈവദാസിമാരെ, നമ്മൾ ഏത് പ്രവർത്തികൾ ചെയ്യാനാണേലും ആദ്യം ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിനോട് ചോദിക്കണം, ദൈവമേ ഇത് ദൈവ നിയോഗമാണോ? ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവ നിയോഗമാണോ? നിങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ദൈവ നിയോഗമില്ലാത്തതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അല്ലേലു, എന്നെ ഒരു കടക്കാരിയാക്കി മാറ്റിക്കൊണ്ട് പോകല്ലേ. ദൈവഹിതം ഇല്ലാത്തതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. അല്ലേലു, ദൈവസന്നിധി നിങ്ങൾ അങ്ങനെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ദൈവഹിതം ഇല്ലാത്തതൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏപ്രിൽ 1-ാം തീയതി തൊട്ട് ഹല്ലേലൂയ, സ്തോത്രം, ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. 2ാമത്തെ ദിവസം എന്നെ സാത്താൻ ഒന്ന് തള്ളിയിടാൻ നോക്കി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ അന്നേരം പ്രാർത്ഥിച്ചു, ഞാൻ അതിശക്തമായിട്ട് പോയി. പക്ഷെ പിന്നെ പിശാച് എന്നെ പിന്തുടർന്നുകൊണ്ടിരുന്നു. എനിക്കറിയാം എന്റെ വാഹനം, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അന്യഭാഷ 1 മണിക്കൂർ 30 കിലോമീറ്റർ വേഗതയ്ക്ക് ഓടിക്കണം. ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ കോളേജിൽ ചെന്ന് ചേരുന്ന സമയം വരെ ഞാൻ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വാഹനം ഓടിക്കുന്നത്. അന്നേരം ഇടയ്ക്ക് കർത്താവ് ഇങ്ങനെ സംസാരിക്കും,
മോളെ വണ്ടി വരുന്നുണ്ട് കേട്ടോ, അപ്പൊ ഞാൻ തിരിക്കും. കർത്താവ് എന്നോട് സംസാരിക്കും. ഞാൻ വാഹനവുമായിട്ട് കടന്നു പോകുമ്പോൾ, അത് ഏത് സമയമില്ല, ഏത് സമയമായാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടുകൂടി നമ്മൾ ഏത് ജോലിയിലായിരുന്നാലും, നിങ്ങൾ അടുക്കളയിലാണോ, നിങ്ങൾ ഭവനത്തിലാണോ, നിങ്ങൾ ജോലിയിലാണോ, നിങ്ങളൊരു അഭിഷേകത്തിന്റെ നിറവിൽ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ആ അഭിഷേകത്തിന്റെ നിറവിൽ നിങ്ങൾ സംസാരിച്ച ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. ദൈവദാസിമാരെ, അല്ലേലിയ, ഞാനൊരു സാക്ഷ്യം പറയാം. അല്ലേലിയ, ഈ കഴിഞ്ഞ മാസമാണ് ഒരു 4 മണി പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക്. അല്ലേലിയ, അതിനകത്തിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം പിന്നെ വചനം പറഞ്ഞത് ഞാനാ. അല്ലേലിയ, 5 തൊട്ട് 5:30 വരെ, അല്ലേലിയ 4 തൊട്ട് 5:30 വരെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അരമണിക്കൂർ എന്റെ പേഴ്സണൽ പ്രാർത്ഥന അതിനു മുമ്പേ പ്രാർത്ഥിച്ചതാണ്. എങ്കിൽ ഇത് BP നേരെയാക്കാൻ ഒന്നും കൂടെ ഞാൻ അധികം ഉറക്കളയ്ക്കാറില്ല. എങ്കിലും ഞാൻ അവിടെ പിന്നെ അരമണിക്കൂർ ഞാൻ കിടന്നു. 6 മണി കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടെ ഞാൻ കിടന്നപ്പോൾ കണ്ട വലിയൊരു ദർശനം. അല്ലേലിയ, റബൽഖടക മനോഹസ്തനെ ഞാൻ വലിയ അഭിഷേകത്തോടു കൂടി ഞാൻ ആരാധിക്കുക. അഭിഷേകത്തോടു കൂടി ആരാധിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ഞാൻ ചാടി ആ റൂഫിന്റെ മണ്ടയ്ക്ക് പോയി ഇടിച്ചിട്ട് പിന്നെ ആ കസേരയിൽ തന്നെ വന്നിരുന്നു വിടാതെ. അല്ലല്ലോ, ഒരു ദൂതൻ എന്റെ ഈ കസേരയെ വന്ന് അല്ലല്ലോ ഇരിപ്പുണ്ട് കേട്ടോ. മുകളിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാ. എന്നെ കൊണ്ട് ആരാധിപ്പിക്കാൻ ഞാൻ കണ്ട ദർശനം. ഞാൻ കണ്ണു തുറന്നപ്പോൾ അല്ലേലിയ, ദൈവമേ, ഇത് ദർശനമായിരുന്നു. ഇത് എപ്പോൾ സാധിക്കും കർത്താവേ എന്ന് ഞാൻ അപ്പോൾ ചോദിച്ചു. ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, അന്ന് വൈകിട്ട് 7 മണിക്ക് ഞാൻ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആരാധിച്ചത് അപ്രകാരം തന്നെയാ. ദൈവമക്കളെ, ഇവിടെ ഇരുന്ന് എങ്ങനെ ആരാധിച്ചെന്ന് എനിക്കറിയില്ല. ഞാൻ ദൂതനെ ഹൃദയദൃഷ്ടി കൊണ്ട്, കണ്ണദൃഷ്ടി കൊണ്ട് ഞാൻ കണ്ട ഒരു ദൈവദാസിയെ ഞാൻ ഇരുന്ന് പറയുന്നത്. ദൈവാത്മാവില ഞാൻ പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവം ദൂതനെ അയച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവം. ദാനിയേൽ ഹല്ലേലൂയ 21 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പാർസി പ്രഭുക്കന്മാർ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ സ്വത്രം പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്തു? മറുപടി കൊടുത്തില്ല, തടഞ്ഞു വെച്ചു. പക്ഷേ അവിടെ ഒരു ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത സംഭവം നമ്മൾക്കറിയാവുന്നതാ. ഹല്ലേലൂയ പ്രഭു ഹല്ലേലൂയ സ്തോത്രം. 21 ദിവസം എന്നോട് എതിർത്തൊന്നു, എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സഹായമായിട്ട് ദൂതന്മാരെ ദൈവം അയക്കും. നിങ്ങൾ ഭാരപ്പെടരുത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ റബൽഖടക ദൈവദാസിമാരെ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം മറന്നൊന്ന് ആരാധിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ഈ വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നിങ്ങൾ അനുഭവിക്കാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ദൂതന്മാർ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ലിസീസ് ഹല്ലേലൂയ സ്തോത്രം. ദൈവദാസിയെ പ്രാർത്ഥിച്ചോ, ഒരു ദൂതന്റെ സാന്നിധ്യം അനുഭവിച്ച് ദൈവമേ, എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി തരാത്തതെന്ന് ഹല്ലേലൂയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോ ദൂതന്മാരെ അയച്ചു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഹല്ലേലൂയ അവിടെ സംഭവിക്കുകയാണ്. പ്രാർത്ഥിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താലെ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റബൽഖടക മനോഹസ്തുന ദൈവദാസിമാരെ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം മറന്ന് നിങ്ങൾ ആരാധിക്കുക. കാഴ്ചക്കാരെ പോലെ നിങ്ങൾ നോക്കിയിരിക്കരുത്. കിട്ടിയ സമയം വെറുതെ കളയരുത്. നിങ്ങൾ ആരാധനയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം. റബാലഖാരികാമനഹസ്തുന കർത്താവ്. ദൈവദാസിമാരെ, നിങ്ങളെ ഒരു സാക്ഷിയായി, ഉത്തമ സാക്ഷിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവസന്നിധി നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. രക്തത്താല് ജയമെടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം അതിനകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. സ്തോത്രം. 6:45 പറയുന്നത്, താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നിടെ തന്റെ ശിഷ്യന്മാരെ ഉടനെ പടക് കയറി അക്കരെ ബെത്സയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. സ്തോത്രം. നിർബന്ധിച്ചു കഴിഞ്ഞ് ഹല്ലേലൂയ കർത്താവ് തമ്പുരാൻ പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കുമ്പോൾ ഹല്ലേലൂയ കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ തന്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് കർത്താവ് കണ്ടു. ദൈവമക്കളെ, നമ്മളെ ഒരിക്കലും കാണാതെ വിട്ടിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ വിളിക്കുന്നത്. നിങ്ങളെ നിർബന്ധിച്ച് ഇതിനകത്തിൽ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവമകളെ ഹല്ലേലൂയ, നിനക്ക് ഞാൻ ഇന്നൊരു വിടുതൽ തരാം, ഇന്ന് നീ ഇതിനകത്തിൽ കയറിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ ആരോ ഇതിനകത്തിൽ
ഹല്ലേലൂയ 4-5 വ്യക്തികൾ ഇതിനകത്തിലുണ്ട്. ഹല്ലേലൂയ നിർബന്ധിച്ചിരുത്തിയിരിക്കുന്നവർ ഇന്ന് ഇതിനകത്തിൽ ഇരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമല്ല, സകലത്തെ നോക്കിക്കൊണ്ടിരുന്നിട്ട് സകല സൃഷ്ടികളെ ഉരുവാക്കിയ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്റെ ആവശ്യത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെടുവാൻ നമ്മിലൂടെ ദൈവം നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ദൈവം മറച്ചു കളയത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് അവൻ കണ്ടു. ഏകദേശം രാത്രി 4-ാം യാമത്തിൽ ഹല്ലേലൂയ കർത്താവ് തമ്പുരാൻ ഹല്ലേലൂയ കടലിൻ മീതെ നടന്നു വന്നു. എന്തിനാണെന്നറിയുമോ? ആ വെള്ളത്തിൽ നിന്ന് പൊക്കി വലിച്ചെടുക്കുവാൻ. ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് കണ്ടപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ അവിടെ നിന്ന് ഇറങ്ങി വന്നു. ഒരിക്കലും കണ്ടിട്ട് മാറിപ്പോകുന്ന ദൈവമല്ല, നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി തരുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ ദൂത് ഏറ്റെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിനകത്തിൽ ഇന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് എനിക്ക് കണ്ടേ പറ്റത്തുള്ളൂ. തലമുറകളുടെ മേൽ ഇന്ന് ദൈവപ്രവൃത്തി കണ്ടേ പറ്റത്തുള്ളൂ. വീറോടെ വാശിയോടെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കൾ ഇന്ന് ഇതിനകത്തിൽ ഇരിപ്പുണ്ട്. ദൈവദാസിമാരെ, ദാസന്മാരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. നിർബന്ധിച്ച് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ, നിർബന്ധിച്ച് ഇതിനകത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പ്രവൃത്തി വെളിപ്പെടുത്താനുണ്ട്. ദൈവദാസന്മാരെ പ്രാർത്ഥിച്ചു കൊള്ളുക. നിർബന്ധിച്ച് പറഞ്ഞയച്ചു 4-ാം യാമത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ അതുവരെയും ഹല്ലേലൂയ കർത്താവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാര് അവിടെ പറയുകയാണ് ഭൂതം വരുന്നെന്ന്. ദൈവദാസിമാരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത് കേട്ടോ. കർത്താവ് അടുത്ത് വന്നാലേ, കർത്താവ് ദൂതന്മാരെ അയക്കുവാണെങ്കിലേ നമുക്കൊരു വെളിപ്പാട് വേണം. കർത്താവിന്റെ ദൂതനാ വന്ന് നിൽക്കുന്നതെന്ന്, കർത്താവ് അയച്ചിട്ടാ വന്ന് നിൽക്കുന്ന നമുക്കൊരു വെളിപ്പാട് വേണം, നമുക്കൊരു പരിജ്ഞാനം വേണം. അവിടെ ശിഷ്യന്മാര് പറയുന്നത് ഭൂതമെന്നലറി. അവിടെ അങ്ങനെയാണ്. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ഭൂതമെന്ന് നിരൂപിച്ച് നിലവിളിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അവര് ഓർക്കാത്ത സമയത്താ കടന്നു വന്നേ. അവര് തണ്ടുവലിച്ച് വലയുന്നത് കർത്താവ് തമ്പുരാൻ അവിടെ കണ്ടോണ്ടിരിക്കുക. അതിന് തന്റെ കുഞ്ഞുങ്ങളെ, തന്റെ ശിഷ്യന്മാരെ രക്ഷിക്കാനാ കർത്താവ് അവിടുന്ന് വന്നത്. പക്ഷെ വരുന്ന കണ്ടപ്പോൾ ഭൂതം അതുവരെയും ഹല്ലേലൂയ അതിശയങ്ങളും അത്ഭുത പ്രവർത്തികളും ദൈവം ചെയ്ത അടയാളങ്ങളും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാം കണ്ടും കേട്ടും അനുഭവിച്ചും ഇരുന്ന ശിഷ്യന്മാര് കർത്താവിനെ കണ്ട ഉടനെ ഭൂതമെന്ന് അലറി വിളിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിന്റെ വിശ്വാസം എവിടെ പോയി? നിന്റെ വിശ്വാസം എവിടെ പോയി? നിന്റെ അകംകണ്ണ് തുറന്നിട്ടില്ലേ? അതാ, നിന്റെ അകംകണ്ണ് തുറന്നിട്ടില്ലേ? നിന്റെ അകംകണ്ണ് തുറക്കണം ദൈവമക്കളെ. നമ്മുടെ അകംകണ്ണ് തുറക്കണം. നമ്മുടെ കർത്താവാണ് നമ്മോട് കൂടെയുള്ളെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നമ്മൾ ആയിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം. അവിടെ 4-ാം യാമത്തിൽ കടന്നു വന്നപ്പോൾ ഹല്ലേലൂയ എല്ലാവരും അവനെ കണ്ടു ഭ്രമിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യപ്പെടുവേ, ഞാൻ തന്നെയാകുന്നു, ഭയപ്പെടേണ്ട. അപ്പോഴാണ് ഹല്ലേലൂയ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി കാറ്റമർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇതാ ദൈവമക്കളെ, ഞാൻ ആദ്യം ഒരു ദൂത് പറഞ്ഞത്, നമ്മളെ പെരുവെള്ളത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കർത്താവിന്റെ തിരുസാന്നിധ്യം. നമ്മൾ ഏത് പെരുവെള്ളത്തിലായിരുന്നാലും, ഏത് അന്ധകാര മണ്ഡലങ്ങളിലായിരുന്നാലും, ഏത് നിലയില്ല കയത്തിലായിരുന്നാലും, ഇതിനകത്തിൽ കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. 2 കൊരിന്ത്യർ 8:9 പറയുന്നത് പോലെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും ഹല്ലേലൂയ ദരിദ്രനായി തീർന്നത് എന്തിനാണെന്നറിയുമോ? ഹല്ലേലൂയ നമ്മളെ ആത്മീയമായും ഭൗതികമായും ഹല്ലേലൂയ സമ്പന്നരാക്കാനാ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ നമ്മൾക്ക് ഭൗതിക നന്മ മാത്രമല്ല, നമുക്കൊരാത്മീയ നന്മയും വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ ഭൗതിക നന്മയും ദൈവമായ കർത്താവ് നമ്മൾക്ക് വേണ്ടി തരുമെന്ന് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളോട് ദൂത് ഓർമ്മിപ്പിക്കുക. പ്രാർത്ഥിച്ചോ, അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. രക്തത്താല് ജയമെടുക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 പറയുന്നത് പോലെ കർത്താവ് ഹല്ലേലൂയ ഒരു വിധവയായ സ്ത്രീയെ കൊച്ചുകാശിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമാ. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ നിന്ന് സകലരുടെ ഉള്ളങ്ങളെയും നോക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ പോലും അറിയുന്ന ദൈവം. ഹല്ലേലൂയ ഇതൊന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് നെഗറ്റീവ് നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങളുടെ പോസിറ്റീവ് മൈൻഡ് ആയിരിക്കണം. ഹല്ലേലൂയ എബ്രായർ 11:1 പറയുന്നത് പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ,
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. നമ്മൾ കാണാത്ത ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാണാത്ത ദൈവത്തിനെ നമ്മൾ വിളിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരമാകുന്ന മുദ്ര നമ്മളുടെ മേൽ ഇട്ടിട്ടുണ്ട്. ആ മുദ്ര പൊട്ടിക്കുവാൻ പിശാചിന് പറ്റത്തില്ല. ആ മുദ്ര പൊട്ടിക്കുവാൻ സാത്താന് പറ്റത്തില്ല. നമ്മുടെ ദൈവത്തിനോട് സമാധാനം സാവകാശം ചോദിക്കാതെ അല്ലെങ്കിൽ ആ മുദ്ര പൊട്ടിക്കാൻ ദൈവമക്കളെ അവന് അവകാശമില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്ന്, നിങ്ങൾ അഭിഷേകത്തിലായിരുന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നെ. അല്ലെങ്കിൽ ഒരു വിധവയുടെ കൊച്ചുകാശ് കണ്ട ദൈവം, അല്ലെങ്കിൽ അവിടെ എല്ലാവരും വന്ന് ഹല്ലേലൂയ നേർച്ചപ്പെട്ടി പല പണങ്ങളും ഇടുന്നുണ്ട്. ചിലര് പലിശക്കാശ് ഇടുന്നുണ്ട്, ബാങ്കിൽ കടന്നത് ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. സർവ്വ സമ്പത്തിൽ നിന്നും പകുതി ഇട്ടവരുണ്ട്, കിഴിക്കെട്ടിയിട്ടവരുണ്ട്. എല്ലാം കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ഒരു വിധവയായ സാധുശ്രീ ഹല്ലേലൂയ, അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പണം ഹല്ലേലൂയ അതവളിട്ടു. അവൾ നാളത്തേക്കെന്നത് അവള് കരുതിയില്ല. നമ്മളെ കരുതുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ടെന്ന് ആ വിധവയായ സ്ത്രീക്കറിയാം. അവളുടെ കയ്യിലുണ്ടായിരുന്ന വരുമാനം, അവളുടെ കയ്യിലുണ്ടായിരുന്ന നിക്ഷേപം നാളെ എന്താണെന്ന് ഓർക്കാതെ, നാളത്തേക്കെന്നത് നിരൂപിച്ചു വെക്കാതെ, നാളത്തേക്കെന്നത് സമ്പാദിച്ചു വെക്കാതെ അവളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഹല്ലേലൂയ സമ്പത്ത് മുഴുവനും അവൾ ആ നേർച്ചപ്പെട്ടിയിലിടുവാൻ ഇടയായി തീർന്നു. അതാണ് കർത്താവ് ചോദിക്കുന്നത്, ഇവരിൽ ആരാണ് അധികമായിട്ടിട്ടത്? അപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് വേറെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് ദൈവനാമത്തിന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികമായി നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കുന്ന ഹല്ലേലൂയ ദൈവം, സ്വർഗത്തിൽ നിന്ന് സകലരെയും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കർത്താവിന്റെ കൃപ ദൈവമക്കളെ ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടുകൂടിയായിരിക്കുക. ഹല്ലേലൂയ മർക്കോസിന്റെ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം 4-ാം അധ്യായം അതിന്റെ 33 ഹല്ലേലൂയ പ്രകാരം പറയുന്നു. 35 അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി മാറ്റി. ചെറു പടകുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ സ്തോത്രം പടകിൽ തിരതള്ളി കയറുമാറുകൊണ്ട് അത് മുങ്ങുമാറായി. കർത്താവ് എന്ത് ചെയ്യുകയായിരുന്നു? ഹല്ലേലൂയ സ്തോത്രം തലയണ വെച്ച് ഹല്ലേലൂയ സ്തോത്രം അവനെ ഉണർത്തി എന്ന് പറയുന്നുണ്ട്. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ തിര തള്ളി കയറുന്നു, ചുഴലിക്കാറ്റ് അടിക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ അവർ ഉണർത്തി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ നീ ഉറങ്ങുന്നത് എന്താന്ന് ചോദിച്ചപ്പോൾ, ദൈവമക്കളെ, നമ്മളുടെ ദൈവം ഒരിക്കലും ഉറങ്ങുന്ന ദൈവമല്ല. സങ്കീർത്തനം 121:4 പറയുന്നത് പോലെ നമ്മളെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മുടെ ദൈവം വിശ്വസ്തനാ. നമ്മുടെ ദൈവം ഉറങ്ങുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നമ്മൾ കഷ്ടതയിലിരിക്കുമ്പോൾ ചിരിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം സകലത്തിനും മതിയായവന്. നമ്മുടെ ദൈവം മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. നമ്മളെ കാക്കുന്നതിന് വേണ്ടി നമ്മുടെ ദൂതന്മാരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരമില്ലയോ? നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ സ്തോത്രം. അവിടെ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഹല്ലേലൂയ കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക. ഹല്ലേലൂയ ദൈവമക്കളെ, ഈ പ്രാഗൽഭ്യം നമ്മളിൽ ഉണ്ടായിരിക്കണം. വചനം പറയുന്നത് പോലെ, മത്തായി സുവിശേഷം 16:19 പറയുന്നത് പോലെ, നിങ്ങൾ ഹല്ലേലൂയ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ ഈ വചനം ഏറ്റെടുക്കുക. എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ കർത്താവേ എന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ട. വചനം ജീവനും ചൈതന്യമുള്ളതാ. എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണേ കർത്താവേ എന്ന് പറയുക. ഇത് ചെയ്യുമോ കർത്താവേ എന്നല്ല ചോദിക്കണ്ട. എനിക്കിത് വേണം, എനിക്കിത് വേണം. ഇന്ന് ആരാ ഇത് പിടിച്ചു വാങ്ങിക്കുന്നത്? വചനം നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. എന്നെ കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യിപ്പിക്കണമേ കർത്താവേ എന്ന് പറയുന്നവർ ഇന്ന് ലജ്ജിക്കത്തില്ല. ശത്രുക്കളുടെ മുൻപിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊള്ളുക. ലൂക്കോസ് 16:19 പറയുന്നത് പോലെ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി ഏതെങ്കിലും രോഗികൾ നിങ്ങളുടെ മുൻപിൽ കടന്നു വരുമ്പോ നിങ്ങൾ ബബ്ബ അടിക്കരുത് കേട്ടോ. എന്താണെന്നറിയുമോ?
കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരമുണ്ട്, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അവകാശമുണ്ട്. ദൈവദാസന്മാർക്കോ ദാസിമാർക്കോ മാത്രമല്ല വചനം പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾക്കല്ല, നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്കും തന്നിട്ടുണ്ട്. നിങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, വിശ്വാസത്തോടൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവമക്കളെ, ഞാൻ പറയാം, ഒരു 2 വർഷമായെന്ന് തോന്നുന്നു, ഇപ്പോഴും ഉണ്ട് കേട്ടോ. സൂമില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ ചാടി എഴുന്നേൽക്കുന്ന എന്റെ കണ്ണുമുമ്പിൽ കണ്ടിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 15 ദിവസമായി, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം പറയാം. 15 ദിവസമായി നടുവിന് വേദനയാൽ ഒരു സഹോദരി ഭാരത്തോട് കിടക്കുക, എഴുന്നേക്കാൻ വയ്യ. അന്ന് ഞാൻ സൂമില് വചനം പറയുന്നത്, സ്തോത്രം, ആ ദൈവദാസൻ പറഞ്ഞു, ഇതുപോലെ ഒരു സഹോദരി, ഹല്ലേലൂയ, സ്തോത്രം, നടുവിന് വേദനയായിട്ട് കിടപ്പുണ്ട്, സിസ്റ്റർ പ്രാർത്ഥിക്കണേ. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ അവർക്കൊരു വിശ്വാസം വേണം. കർത്താവ് എന്നെ തൊട്ട് സൗഖ്യമാണെന്ന് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും, പക്ഷെ എന്റെ മാതാവിനോട് പണ്ട് പറഞ്ഞതുപോലെ, വിശ്വാസം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം, വിശ്വാസമില്ല ഞാൻ പ്രാർത്ഥിക്കത്തില്ല. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? അതിന്റെ അർത്ഥം നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാ. സ്തോത്രം, ഹല്ലേലൂയ. 11:23 തന്നെ പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്മൂലം അങ്ങനൊരു വചനമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, നിങ്ങളിലൂടെ അനേകം രോഗികൾ സൗഖ്യമാകും. ദൈവമക്കളെ, നിങ്ങൾ ആശങ്ക പ്രകടിപ്പിക്കരുത്. ഇതെന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്, നിങ്ങൾ പോസിറ്റീവ് പറയണം. ഹല്ലേലൂയ. സദൃശവാക്യം 18:21 എന്തോ പറയുന്നത്, നിങ്ങളുടെ നാവിൻ തുമ്പിൽ നിന്ന് മരണവും ജീവനും പുറപ്പെടുന്നു. നിങ്ങൾ നെഗറ്റീവ് പറയുവാണെങ്കിൽ അത് സംഭവിക്കും. അത്രേ ഉള്ളൂ. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വാക്ക് ചിന്തിക്കരുത്, പറയരുത്. മിക്കവാറും എനിക്ക് ആരെല്ലാം പ്രാർത്ഥിക്കാൻ ഫോൺ ചെയ്യുന്നുണ്ട് അവരോടൊക്കെ ഞാൻ പറയുന്നത്, അതിന്റെ ഉദാഹരണം, ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരു സഹോദരി, ഒരു സഹോദരിയും മകനും കൂടെ, മകളെ അവർ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിട്ട് ഹോസ്പിറ്റലിൽ പാനിരിക്കുക. ഞാൻ പറഞ്ഞാണോ തോന്നുന്നു, ഹോസ്പിറ്റലിൽ പാനിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ്, നമ്മുടെ കർത്താവല്ലേ ഡോക്ടർ, അവിടെ ഇരിക്കുന്ന ഡോക്ടർമാർക്ക് എന്തിനാ വെറുതെ പൈസ കൊണ്ടുപോയി കൊടുക്കും? അല്ല സിസ്റ്റർ, പ്രാർത്ഥിച്ചു നോക്കാം, എന്റെ കഴുത്ത് വേദന എടുക്കും, എന്റെ കാല് വേദന എടുക്കും, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, കർത്താവ് സൗഖ്യമാക്കും, പക്ഷെ ഡോക്ടറെ പോയി കാണുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാൻ വയ്യായിരുന്നു. ഡോക്ടറെ പോയി കണ്ടില്ല, ആന്റിയെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകാണ്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ഒരു രോഗവും അവരുടെ ശരീരത്തിൽ ഇല്ല. ദൈവം എനിക്ക് വെളിപ്പെടുത്തി ഒരു രോഗം അവരുടെ ശരീരത്തിൽ ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ശരീരത്തിൽ രോഗമൊന്നും ഇല്ലല്ലോ, പിന്നെ ഇതിനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നത്? ഇല്ല, എനിക്ക് ഇവിടെ ഭയങ്കര വേദന. ഞാൻ പറഞ്ഞ, ആ വേദന നിങ്ങൾ വിളിച്ചു വരുത്തിയ, നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ വേദന എന്ന് പറഞ്ഞ് സാത്താനാ പിശാചാ വേദന കൊണ്ടുവരുന്നേ. നിങ്ങൾ ഒരിക്കലും, എന്റെ കൈക്ക് വേദനയാ, അയ്യോ സത്യം പറഞ്ഞ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോ ഈ തലയുടെ കൂടെ ഇങ്ങനെ ഭയങ്കര വേദന. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇതിനകത്തിൽ ആരോ തലയ്ക്ക് വേദനയായിട്ട് ഭാരപ്പെടുന്നവർ ഇതിനകത്തിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഇടത്തെ തോളില് വേദന അനുഭവിക്കുന്നവരുണ്ട്, നടുവിന് വേദന അനുഭവിക്കുന്നവരുണ്ട്, ഹല്ലേലൂയ, ശാരീരിക ബുദ്ധിമുട്ട്, കാലിന് വേദന, മുട്ടിന് വേദന അനുഭവിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആയിരുന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒടുവിൽ ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ കയ്യിൽ കൊണ്ടുപോകാൻ എത്ര രൂപയാ കൈ വെച്ചിരിക്കുന്ന? 1000. ഞാൻ പറഞ്ഞത്, അത് സഭയിലെ ദേവദാസന് കൊണ്ടുപോയി കൊടുക്ക്, അത് ദൈവത്തിന് കൊടുക്ക്. ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിനും, കൈസർക്ക് കൊടുക്കാനുള്ളത് കൈസർക്കും കൊടുത്താൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. ഞാൻ പറഞ്ഞതാ ദൈവമക്കളെ, ഞാൻ കള്ളമല്ല പറഞ്ഞ്. ഒടുവിൽ ആ സഹോദരി ചിരിച്ചോണ്ട് പറഞ്ഞ്, അന്ന് ഞാൻ ഡോക്ടറെ എടുക്കാൻ പോകുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ വായുടെ അധരങ്ങളെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറഞ്ഞ് നമ്മൾ ഒരിക്കലും രോഗികളാകരുത്. എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് വാർഡ്സ് പറയരുത്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചതുപോലെ, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ നശിച്ചു പോകാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കാൻ ഒരിക്കലും ദൈവം അനുവദിക്കത്തില്ല. ഓ റബൽ ഘടക രിഗമന ഹസ്തുന, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്തിൽ രോഗഭാരത്തോടു കൂടി ആയിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ കർത്താവ് ഇന്ന് എന്നെ തൊട്ട് സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ ഹൃദയത്തിൽ, ഹല്ലേലൂയ, വാഞ്ചയോടുകൂടി, ഹല്ലേലൂയ, നിങ്ങളുടെ വേദന ഉള്ള സ്ഥലത്ത് നിങ്ങളുടെ വലതു കൈ വെച്ച് ഇടത് കൈ
കൈയായാലും വലതു കൈയായാലും കർത്താവിന്റെ ആണിപ്പാടുള്ള കരം നിങ്ങൾ അവിടെ വെക്കുക. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വെച്ചാൽ നിങ്ങളുടെ ഹൃദയത്തിൽ വേദന, ഹല്ലേലൂയ ചങ്കിനകത്തിൽ വേദനയെ അനുഭവിക്കുന്നവർ ഇതിനകത്തിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവെ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുക. ഇന്ന് രോഗഭാരത്തോടുകൂടി ആരെന്റെ അപ്പന്റെ സന്നിധിയിൽ ഇരുന്ന് നിലവിളിക്കുന്ന അവരുടെ നിലവിളിക്ക് മുൻപിൽ മറികടന്നു പോകാതെ തിരിഞ്ഞു നിന്ന ഒരു ദൈവിക സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, വചനം പറയുന്നു, ഒരു കുരുടൻ ഹല്ലേലൂയ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുപ്പന വഴിയെ കൂടി നടന്നു പോകുകയായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരുടെ നടുക്കുകൂടി കടന്നു പോകുമ്പോൾ ആ ഭിക്ഷക്കാരൻ കുരുടനിരുന്ന് പറയുന്നുണ്ട്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോൾ കൂടെ പോയിരുന്നവർ ഹല്ലേലൂയ സ്തോത്രം അടങ്ങിയിരിക്കട, മിണ്ടാതിരിക്കട എന്ന് പറഞ്ഞവനെ ശാസിച്ചു. പക്ഷേ അവൻ പിന്നെ നിലവിളിച്ചു, ഹല്ലേലൂയ സ്തോത്രം, ദാവീദ് പുത്ര യേശുവിന്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ അവിടെ തിരിഞ്ഞു നിന്നിട്ട് ആരാണോ നിന്നോട് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ തിരിച്ചു വിളിപ്പിച്ചതുപോലെ ദൈവമക്കളെ, നിങ്ങൾക്ക് ഈ രോഗം കൊണ്ടുവന്നത് ഹല്ലേലൂയ ദൈവമല്ല, നിങ്ങളുടെ വായുടെ അധരത്തിൽ നിന്ന് വരുന്ന നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിങ്ങൾ ഇന്ന് രോഗികളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പറ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഈ രോഗത്തെ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് വചനം പറയുന്നത് പോലെ ഹല്ലേലൂയ ഇടത്തെ തോളിന് വലത്തെ തോളിന് വേദനയോടെ ഭാരത്തോടെ നടുവിന് വേദന ഹല്ലേലൂയ കർത്താവെ ഇന്ന് ഇതിനകത്തിൽ ഒരു രോഗസൗഖ്യം സംഭവിക്കട്ടെ. ഹല്ലേലൂയ ഞാൻ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്ന വചനം പറയുന്നത് പോലെ കർത്താവെ അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ രോഗ കിടക്കമേൽ കിടക്കുന്നവർ ചാടി എഴുന്നേൽക്കട്ടെ. 38 വർഷം പക്ഷപാത രോഗി കിടന്നു. കർത്താവ് അവിടെ ചെന്നു. കർത്താവിന്റെ തിരുസാന്നിധ്യം ആ കുളക്കരയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് അവിടെ ചെന്നത്. ദൈവമക്കളെ, കർത്താവിന്റെ തിരുസാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഒരു രോഗിയാക്കിയ കടത്തുകയില്ല. കർത്താവിന്റെ തിരുനാമത്തിൽ ഹല്ലേലൂയ സകലവിധ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാകുന്ന ഞാൻ വചനം പറയുന്നത് പോലെ കർത്താവെ യേശുവിന്റെ നാമത്തിൽ ഞാൻ സകലവിധ രോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിടുതൽ കൊടുക്കട്ടെ. ഓ റബൽക്കടകരികമനഹസ്തുന നിങ്ങൾ സൗഖ്യം പ്രാപിച്ചെഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഒരു ഉത്തമ സാക്ഷ്യം അടുത്ത ആഴ്ച പറയണം ഇതിനകത്ത് കേട്ടോ. ഹല്ലേലൂയ. വേദന അനുഭവിച്ചു സൗഖ്യം കിട്ടിയവർ ഹല്ലേലൂയ നിങ്ങളുടെ കൈയും കാലും നിങ്ങൾ എടുത്തു നോക്കിക്കോ. നിങ്ങൾ വേദനയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സ്വതന്ത്രരായി ഹല്ലേലൂയ കർത്താവിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കിയതുപോലെ നിങ്ങൾ സാക്ഷ്യം പറയുന്ന മക്കളാക്കി തീർക്കണം. ഞാൻ എല്ലാ രോഗങ്ങളെ സൗഖ്യമാക്കിയെന്ന് ദൈവമാകുന്ന വചനത്തെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളുടെ സകല രോഗങ്ങളെയും ഇന്ന് സൗഖ്യമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും കൃപയിലും ബലത്തിലും അങ്ങയുടെ മക്കളായിരുന്നല്ലോ. അടിയനെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. അങ്ങ് പറഞ്ഞതല്ലാതെ കർത്താവെ അടിയൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ഹല്ലേലൂയ അങ്ങയുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ മക്കളെ ദൈവദാസന്മാരെ ദാസിമാരെ കർത്താവെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ രക്തത്തിനാലും വചനത്തിനാലും പരിശുദ്ധാത്മാവിനാലും സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് എല്ലാവരും ഒന്ന് ഉയർത്തെഴുന്നേൽക്കട്ടെ. കർത്താവെ അങ്ങയുടെ നാമഹത്വത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനകളെ അപ്പന്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം. സ്വർഗ്ഗസ്ഥനായ പിതാവേ.